ഹായ് ഓൾ, ഹായ് എവ്രി വൺ. എപ്പിസോഡ് ഓഫ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോക ചാപ്റ്റർ 1 കുറിച്ചാണ്. അതിന്റെ സക്സസ് മലയാളത്തിലെ ഏറ്റവും കളക്ഷൻ നേടിയ പടമായി മാറി. അത് മാത്രമല്ല, ലോകം എല്ലായിടത്തും ആൾക്കാർ സംസാരിക്കുന്നു, ഭയങ്കര പോസ്റ്റുകളൊക്കെ അതിനെ കുറിച്ച് വരുന്നു. ഇവിടെ UK വരെ ആൾക്കാർ ഭയങ്കര സംസാരം. അപ്പം അതിന്റെ സക്സസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിന്റെ സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങാം. ഫസ്റ്റ് പടത്തിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ തുടങ്ങാം. നമ്മൾ മലയാളത്തിൽ കണ്ടതുപോലത്തെ ഒരു ഓപ്പണിംഗ് സീൻ ഒന്നുമല്ല. നമ്മൾ ഹോളിവുഡ് പടങ്ങളിലൊക്കെ കണ്ടതുപോലത്തെ ഒരു ബിഗ് ബഡ്ജറ്റ് പടങ്ങളിൽ, മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബഡ്ജറ്റ് ആണെങ്കിലും ബാക്കി പടങ്ങൾ ആ പടത്തിന്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുന്ന ബാക്കി പടങ്ങളുമായിട്ട് വളരെ താരതമ്യേന കുറഞ്ഞ ബഡ്ജറ്റുള്ള ഒരു പടമാണ്. അത് വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഓപ്പണിംഗ് സീൻ വരുന്നത് 50 കോടിയല്ലേ? വളരെ ഫുൾ ബോംബിങ്, അവിടുന്ന് കുറെ പട്ടാൾക്കാർ വെടിവെക്കുന്നു, മിസൈലൊക്കെ. ഓ, ട്രെയിലറിൽ തന്നെ കണ്ടപ്പോ അത് കണ്ടപ്പോഴേ എനിക്ക് ഒരു ഫീൽ ചെയ്ത് എന്താന്ന് വെച്ചാല്, ഇത് ഇച്ചിരി സീനാണ് പടം അങ്ങ് തോന്നുന്ന പോലെയാണ്. സ്റ്റാർട്ടിങ് തന്നെ ഫുൾ എക്സ്പ്ലോഷൻസും, അതായത് ഗെറ്റ് റെഡി, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ടൈമില്ല. അതായത് നിങ്ങൾ സിനിമയിൽ ലോകത്തേക്ക് കയറി വേഗം അപ്പൊ പെട്ടെന്ന് എല്ലാവർക്കും അത് കണക്ട് ആയി. അത് പിന്നെയും വന്നതുകൊണ്ട് അത് കണക്ട് ആയി. വളരെ ഈ ഇന്റലിജന്റ് ആയിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം കുറെ കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. അപ്പം അതായത് ഗെറ്റ് റെഡി, നമ്മൾ കുറെ കാര്യങ്ങൾ ഇപ്പോ ഫസ്റ്റ് ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണമെന്നുള്ള പോലത്തെ ഒരു കേറ്റാണ്. പടത്തിന്റെ ഫസ്റ്റ് കുറച്ച് സീനിലാണ് നമ്മുടെ പടത്തിന്റെ ടോൺ എന്താണ്, ആൾക്കാര് എന്ത് രീതിയിലാണ് ആ പടം കാണേണ്ടത്. ഇപ്പം ഈ പടത്തിന് ഒരുപാട് ലോജിക്കലായിട്ട് സമീപിച്ചു കഴിഞ്ഞാല് ചിലപ്പോ വർക്കാവില്ലല്ലോ. അപ്പം ആ രീതിയിൽ അവരത് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ്ങിലെ ആ ഒരു ട്രാൻസിഷൻ, ആ ഒരു ഓടുമ്പോഴുള്ള പിന്നെ ഒരു ആനിമേഷൻ രീതിയിലേക്ക്, അതും നല്ല രസം ഉണ്ടായിരുന്നു. അതാകുമ്പോ ബഡ്ജറ്റ് കുറയ്ക്കാനും പറ്റി അവർക്ക് അവിടെ. അതെ അതെ, ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നാണ് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞത്. അതായത് സൗണ്ട് കൊണ്ട് മാത്രം ഇതിന്റെ എഫക്ട് ഇടാം. മലയാളത്തിൽ എല്ലാവരും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന മലയാളം. പിന്നെ അതിനകത്ത് തുടക്കത്തിനകത്ത് ഒരു കോള് വരുന്നില്ലേ, ഒരു അതെങ്ങനെയാണ് എല്ലാവർക്കും കണക്ട് ആയോ? ഒരു കോള് വന്ന് ഒന്നാമത് അതിന്റെ തുടക്കത്തിൽ തന്നെ എവിടെയോ ഒരു നീര് വരുന്ന കോളല്ലേ, ഈ ചന്ദ്രയ്ക്ക് വരുന്ന ഒരു കോളില്ലേ, ഈ ഫുൾ ഫൈറ്റ് ചെയ്യാന്നതിന്റെ ഇടയിലൊക്കെ ഒരു കോള് വരുന്നേ. അതെനിക്ക് ഹുക്കായിരുന്നു. കാരണം ട്രെയിലറിൽ ആ കോൾ ഉണ്ടായിരുന്നല്ലോ. അപ്പം ട്രെയിലറിലെ എന്തോ കഥ അവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളൊരു ഫീല് വരാൻ ആ കോളിനൊക്കെ സാധ്യത. സിനിമാറ്റിക് രീതിയാണ്. പിന്നെ പടത്തിന്റെ ഒരു മൊത്തത്തിലുള്ള സ്റ്റാർട്ടിങ് തന്നെ സിനിമാറ്റിക് ആകുമ്പോൾ നമുക്കും ഒന്ന് സ്റ്റോറിയിലോട്ട് ഹുക്കാവും. ഈ വേൾഡ് ബിൽഡിങ്ങിന് പുറമെ ഈ പ്ലോട്ട് ഉണ്ടല്ലോ പടത്തിന്റെ. ഇത് റോഷൻ ബാംഗ്ലൂരാണോ കണ്ടത്? ഈ ഫൈറ്റിന്റെ ഇടയിൽ തന്നെ ആവുമ്പോ ഫൈറ്റിന്റെ ഇടയിൽ ഒരു കോള് വരുന്നു, എടുക്കുന്നു. അപ്പൊ അതൊരു വെരി ഇമ്പോർട്ടന്റ് സ്റ്റോറി. പക്ഷെ ഇത് ലാൻഡ് ലൈനിലാണ് വന്നത്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. എനിക്ക് ആക്ച്വലി മാട്രിക്സിനകത്തൊക്കെ ഒരു സീനാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഓർമ്മ വന്നത്. അതായത് എനിക്ക് അപ്പൊ തന്നെ ഒരു കണക്ട് ചെയ്ത്, ഇങ്ങനെ ഒരു റാൻഡം ഫോണിലേക്ക് കോള് വരുന്ന ഞാൻ മാട്രിക്സിലാണ് വേറൊരു സിനിമയിൽ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഇത് ഇനി റിയാലിറ്റി തന്നെയാണോ, ഇത് റിയൽ വേൾഡ് ആണോ എന്ന് വരെ ഞാൻ ഡൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റോഷൻ ഇത് ബാംഗ്ലൂർ അല്ലേ കണ്ടത്? അതെ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടത്. ഞാൻ ഇവിടെ ഇറങ്ങി ഗ്രൗണ്ടഡ് എക്സ്പീരിയൻസ്. ഞാൻ പക്ഷെ അങ്ങനെ കണ്ടിണ്ടായിരുന്നില്ല, അങ്ങനെ അങ്ങ് പോയി കണ്ടതാ. ഭയങ്കര സർപ്രൈസ്, നല്ല രസമുണ്ടായിരുന്നു. ഞാനിവിടെ നിറഞ്ഞ തിയേറ്റർ ഉണ്ട് UK-ൽ. ഇവിടെ ക്രൗഡായിരുന്നു, ഭയങ്കര ഇതായിരുന്നു മൊത്തത്തില്. പിന്നെ സ്റ്റാർട്ടിങ് ആ ഒരു സീക്വൻസ് കഴിഞ്ഞ കോളും കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്യണത് ചന്ദ്രനെ. പിന്നെ ബാംഗ്ലൂരേക്കാണ് കഥ വരുന്നത്. ബാംഗ്ലൂർ ചന്ദ്രയുടെ റൂമൊക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ നല്ല രസത്തില് ആ ലൈറ്റിങ്ങും അപ്പാർട്ട്മെന്റ് പുറത്തത്തെ ലുക്കും ബാംഗ്ലൂരിൽ നിയോൺ ലൈറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലൊരു ഭംഗിയുണ്ടായി. നല്ല രസത്തിലാണ് അത് ചെയ്തത്. നിമിഷ് രവി പുള്ളിയാണ് സിനിമാറ്റോഗ്രഫി ചെയ്തത്. പുള്ളി ഈ പടത്തിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റിംഗ് തൊട്ട് ഒരുമിച്ചുണ്ടായിരുന്നൊക്കെ പറഞ്ഞ് അതാണ് ഞാൻ പിന്നെ വേറെ ഇന്റർവ്യൂസിലൊക്കെ കേട്ടത്. ഇതൊരു ഒറ്റൊരാളുടെ പ്രൊജക്റ്റ് അല്ല, ഇത് കുറെ ആൾക്കാർ ഇൻവോൾവ് ആണ് ഇതിനകത്ത്. അപ്പം എല്ലാവരുടെയും ബെസ്റ്റ്. ഇപ്പം മമ്മൂക്കൊക്കെ പറയില്ലേ, നിങ്ങളുടെ ഞാൻ ഇതിലൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് ഒരു ഡയറക്ടറിന് ആദ്യത്തെ പടം ഞാൻ എന്തായാലും ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ബ്രിങ് ഇൻ എന്താണ് നമ്മുടെ സിനിമ ഡ്രീംസ് എല്ലാം വന്നങ്ങ് ഫസ്റ്റ് സിനിമയിലായിരിക്കും അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പോണേ. അപ്പൊ ഇത് മൾട്ടിപ്പിൾ ആൾക്കാരുടെ ഡ്രീമാ. അപ്പൊ എന്തോരം വാല്യൂ ഉണ്ടാവും സിനിമയ്ക്ക്. അത് മാത്രമല്ല
മമ്മൂട്ടി, അതായത് ഈ മമ്മൂട്ടി തന്നെ ആദ്യം ഇത് കേട്ടിട്ട് പടത്തിന്റെ കേട്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഫസ്റ്റ് അവിടെ നോക്കിട്ട് എന്നിട്ട് നോക്കാന്നൊക്കെ മമ്മൂട്ടി കേട്ടു. പുള്ളിക്ക് ആഗ്രഹം ഉണ്ടാവില്ല, എന്ത് കുറെ ചെയ്തു. ആംബിയൻസ് ശരിക്കും പറഞ്ഞാൽ നല്ല. പിന്നെ നമ്മൾ ഇനി പിന്നെ പോണ നമ്മള് നസ്ലിനെയാണ് കാണുന്നത്. നസ്ലിൻ ഒരു എന്റെ അനിയത്തിയൊക്കെ പറഞ്ഞൊരു ക്രീപ്പി ലുക്കിംഗ്. അപ്പൊ ഞാനൊക്കെ പണ്ട് മാർവലും ആദ്യത്തെ സ്പൈഡർമാനൊക്കെ കാണുന്ന പോലെയാണ് എന്റെ അനിയത്തി ഇപ്പൊ ഈ ഇങ്ങനത്തെ സിനിമ കാണുന്നത്, ലോക കാണുന്നത്. അപ്പൊ അവരുടെ പെർസ്പെക്റ്റീവ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊരു നമുക്കൊക്കെ ആക്ച്വലി അത് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. ചെറിയ കുട്ടികൾക്ക് അത് ഡിഫറെന്റ് ആണ്. അത് പക്ഷെ അങ്ങനെ ക്രീപ്പി അല്ല. ഇപ്പൊ നമ്മുടെ ഒരു നെക്സ്റ്റ് ഡോറിലെ ഒരു മിസ്റ്ററി, ഇപ്പം ചന്ദ്രയുടെ ലുക്ക് തന്നെ കുറച്ചൊരു മിസ്റ്ററി ടൈപ്പ് ഓഫ് ഇതല്ലേ. പിന്നെ ആണെങ്കിൽ റൂമൊക്കെ കവർ ചെയ്യുന്നു, എപ്പോഴും റൂമിലാണുള്ളത്. അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റിയില് പണ്ട് ഞാൻ ഇതേ സീൻ ഞാൻ പണ്ട് കോളേജിലെ ഓർമ്മയുണ്ട് എനിക്ക്, ന്യൂസ് പേപ്പർ വെച്ച് കവർ ചെയ്യണം. നമ്മുടെ സെയിം കഥയാ. നമ്മള് ആ സീനിലൊക്കെ കോമഡി നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പം അല്ല കോമഡി, ഐ തിങ്ക് കോമഡി ഇതിന്റെ ഒരു ബാക്ക് ബോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ സിനിമയുടെ. അതിപ്പോ ചില ഒരു ആക്ഷൻ ഏരിയാസോ അല്ലെങ്കിൽ ചില സീൻസോ കഴിഞ്ഞ് ഒന്ന് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടും കോമഡി ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത്. പിന്നെ നസ്ലിനും കൂട്ടക്കാരും എനിക്ക് തോന്നുന്നു റെപ്രസെന്റ് ചെയ്യണത് നമ്മൾ ആസ് എൻ ഓഡിയൻസ് എൻറ്റയർലി ആണ്. കാരണം ഇപ്പൊ നസ്ലിൻ എങ്ങനെയാണോ, അതൊരു മെറ്റ പോലെയാണ്. അതായത് നസ്ലിൻ എങ്ങനെയാണോ ആ ക്യാരക്ടറിനെ നോക്കണേ, അതുപോലെ നമ്മൾ നോക്കാണ് ഇവരുടെ വേൾഡിനെ. അതെ, അതുപോലെ അതെ എല്ലാവരും ഇവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മുടെ ക്യൂരിയോസിറ്റി ആണ് അവരുടെ ക്യൂരിയോസിറ്റി ആയിട്ട് ആ സിനിമയ്ക്കകത്ത് കാണാൻ. എനിക്ക് തോന്നുന്നത് അടുത്ത പടത്തിന് വേണ്ടിയും ഇവര് മറ്റേ വണ്ടിയുടെ താക്കോല് കൊടുക്കണല്ലോ മറ്റേ ഇവന്റെ ടൊവിനോടെ. അപ്പൊ ഇവന്മാര് പിന്നെയും വരുമായിരിക്കും. ഈ ഒരു ലൈൻ പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത എന്തായാലും ഫണ്ടായിരിക്കും. ടൊവിനോ കൂടെ വന്നു കഴിഞ്ഞാൽ ഫൺ രീതിക്ക് സൂപ്പർ ആയിരിക്കും. അത് സെക്കൻഡ് പടത്തിലേക്ക് പോകും. അത് നമുക്ക് ആക്ച്വലി ഡിസ്കസ് ചെയ്യാനുണ്ട്. എപ്പോഴാണ് ചന്ദ്ര സൂപ്പർ ഹീറോ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യണേ? അത് സൂപ്പർ ഹീറോ അല്ലെങ്കിൽ സംതിങ് ഡിഫറെന്റ് ആണ് നിങ്ങൾക്കൊക്കെ ഫീൽ ചെയ്ത സീൻ ഏതാ? പിന്നെ ഇവനെ സേവ് ചെയ്യുന്നുണ്ടല്ലോ, ഇവനെ ആക്സിഡന്റിലേക്ക് വണ്ടി ഇടിക്കാൻ വരുമ്പോ അപ്പോഴാണ് ആ സ്പീഡിന്റെ ഒരു ഇത് കാണിക്കുന്നത്. അപ്പൊ ഒരു സൂപ്പർ നാച്ചുറൽ ഒരു ഫിഗർ ആണ് എന്നുള്ള രീതിക്കുള്ള ഒരു ഇംപ്രഷൻ ആദ്യം കൊടുക്കുന്നത് അവിടെയാണ്. അപ്പൊ സ്റ്റാർട്ടിംഗ് സൂപ്പർ നാച്ചുറൽ ആയിട്ട് അതുവരെ അപ്പൊ ബേസിക്കലി ഒരു ഒരു ക്രൈം ഫൈറ്റിംഗ് റെഗുലർ പേഴ്സണിനെ പോലെ, അല്ലെങ്കിൽ കുറച്ചുകൂടി തന്റെ ഉള്ള ഒരാളുടെ പോലെ. പിന്നെ അവിടെ തൊട്ടിട്ടാണ് സൂപ്പർ ഹീറോയുടെ ബേസിക്കലി തുടങ്ങുന്നത്. നല്ലൊരു ഇതാണ് അവള്. മറ്റേ ഇത് മാത്രല്ല, പ്ലാൻ പോലെ അല്ല, മനസ്സ് പറയുന്ന പോലെ വർക്ക് ചെയ്യുന്ന പടത്തിന് ഭയങ്കര ക്യാപ്റ്റൻ സ്റ്റീവ് റോജേഴ്സ്. അതിനകത്ത് സൂപ്പർ ഹീറോ ലാൻഡിംഗ് ഒക്കെ ഉണ്ട് മറ്റേ മുകളിൽ നിന്ന് വീഴുമ്പോ, ജമ്പ് ചെയ്യുമ്പോ. ഇൻട്രൊഡക്ഷൻ ആ ഒരു ഫേസ് ആണ്. പിന്നെ വില്ലന്മാരെയൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോറി ആ ഒരു രീതിയിലേക്കാണ് പോണത്. മറ്റേ പുള്ളി വരുമല്ലോ, ചേട്ടാ ഇവിടെ സേഫ് അല്ല. പുള്ളിയുടെ ആക്ടിങ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ഭയങ്കര അപ്രീഷിയേറ്റീവ് ഒരു ക്യാരക്ടറാണ് പുള്ളിക്ക് ഇതിൽ കിട്ടിയത്. നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയത്. പുള്ളി അടിപൊളിയായിട്ട് അത് ചെയ്യുകയും ചെയ്തു. അതിന്റെ കോമഡിയും അതിന്റെ വെറുപ്പിക്കലും അതിന്റെ ടോക്സിസിറ്റിയും എല്ലാം പുള്ളി നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു പുള്ളിയുടെ ക്യാരക്ടറിന്റെ. അവിടെ ഇവള് അങ്ങനെയാണല്ലോ പ്രശ്നം തുടങ്ങുന്നത്. നമുക്ക് അവിടെ വേണമെങ്കിൽ കണ്ണടച്ച്. ബേസിക്കലി എനിക്ക് ഭയങ്കര ഹൈലൈറ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താന്ന് വെച്ചാല്, ഇവരെ പാർട്ടിക്ക് വിളിക്കൂലേ നസ്ലിന്റെ അപ്പാർട്ട്മെന്റിലേക്ക്. അതിനകത്ത് ആ പാട്ടിനകത്ത് എന്ത് അടിപൊളിയായിട്ടാ ചെയ്തേക്കണേ. ലൈക്ക് ആ ക്ലീശ ആയില്ല അന്ന് ആ വെള്ള ഡ്രസ് ഇട്ടിട്ടുള്ള സാധനം അതിനകത്ത് കണക്റ്റും ചെയ്തു. അതായത് അമേസിങ് ഇമാജിനേഷൻ. യക്ഷി വൈബ് പിടിക്കുന്നു. പിന്നെ ആ പാട്ടിന് എന്തോ ഒരു മാജിക് ഉണ്ട്. അത് ഇതിനകത്ത് ഓൾറെഡി സൂപ്പർ പാട്ടാണ്. പിന്നെ അതിന്റെ കൂടെ ഈ സീനോത്തോടെ അങ്ങ് അലിഞ്ഞു ചേർന്നു. ലിറിക്സ് ഒക്കെ നല്ല ഭയങ്കര പാട്ടാണ്.
അത് അടിപൊളിയായിരുന്നു. കോ-റൈറ്റർ ശാന്തി കൃഷ്ണൻ ഇല്ലേ, പുള്ളിക്കാരിയാണ് പോലും സജസ്റ്റ് ചെയ്തത് ഓക്കെ. അങ്ങനെ ആ പാട്ട് ഇടാന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ ശരിക്കും ആരാ പറഞ്ഞ ഞാൻ കേട്ടില്ല. കോ-റൈറ്റർ ശാന്തി കൃഷ്ണ മറ്റേ നടിയുണ്ടല്ലോ, നീ ശാന്തി കൃഷ്ണ. അതെ അതെ അതെ, പുള്ളിക്കാരിയാണ് കഥ എഴുതിയെന്ന് തോന്നുന്നു പുള്ളിക്കാരിയും കൂടെ ചേർന്നാണ്. അതൊക്കെ കൂടി ആയിരിക്കും ചിലപ്പോ പടം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തത്. ഫീമെയിൽ സെൻട്രിക് ക്യാരക്ടർ ആണല്ലോ. അതെ അതെ അതെ, ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇപ്പം അങ്ങനെ പ്രത്യക്ഷത്തിൽ തന്നെ കാണണമെന്നില്ല അതൊക്കെ. ഡെഫിനറ്റ്ലി. പിന്നെ ഒരു സ്റ്റോണർ ഗ്യാങ് ആ തോന്നൂലേ നസ്ലിന്റെ? നസ്ലിന്റെ ഗ്യാങ് എല്ലാവർക്കും റിയാക്ട്, ബാംഗ്ലൂർ പഠിച്ച എല്ലാവർക്കും, ബാംഗ്ലൂരും പരിസര പ്രദേശങ്ങളിലും സ്റ്റോണർ ക്രൂ ആന്ന് തോന്നണം ബേസിക്കലി കണ്ടിട്ട്. കാരണം ചന്തു ഒക്കെ അങ്ങനെ അതിൽ ഇല്ല അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല. പക്ഷെ ഒരു പ്രത്യേക വൈബുണ്ട്. സ്റ്റോറി ലൈനിൽ ഒരു പാർട്ടായിട്ട് അത് സെക്ഷനും കാണിക്കണല്ലോ. പിന്നെ ചന്തു ഇസ് ലൈക്ക് മൈ ഫേവറേറ്റ് ക്യാരക്ടർ അതിനകത്ത്. കാരണം എന്താ വെച്ചാല് അതായത് പുള്ളി ഇങ്ങനെ മറ്റേ ടി വി മാറ്റാൻ മറ്റേ മടി പിടിച്ചിരിക്കൂലേ സോഫയ്ക്കകത്ത്, അത് ക്ലാസിക് മീ. ഏറ്റവും സൂപ്പർ പുള്ളിയുടെ എനിക്ക് മറ്റേ അവള് നമ്മൾ വിചാരിച്ചോട്ട് ആളല്ലേ. അതൊക്കെ സൂപ്പർ ആയിരുന്നു. മറ്റേ പുള്ളി അടിപൊളിയായിരുന്നു. പക്ഷെ പുള്ളിയുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അരുൺ അല്ലേ, മൂന്നാമത്തെ കൂട്ടുകാരൻ. അങ്ങനെ അതുപോലെ മറ്റേ പോലീസ് വരുന്ന സീൻ അവിടെ ഇച്ചിരി റൊമാൻറ്റിക് മറ്റേ സിനിമാറ്റിക് ആയിരുന്നു. പക്ഷെ മൊത്തത്തിൽ പടത്തിന് ടൂണായിട്ടൊക്കെ മാച്ച് ചെയ്യുന്ന, കാരണം ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ അങ്ങനെ വിട്ടു പോകില്ല. പക്ഷെ ഇവര് തമ്മിലൊരു പവറിന് മുമ്പ് ഒന്നൊരു കാണാ, ഇതൊക്കെ ഒരു സൂപ്പർ ഹീറോ പടം. പക്ഷെ എനിക്ക് അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്തിനാ ആ സീനില് ആ കോപ്സ് വരേണ്ട? സൂപ്പർ ഹീറോ പടം കിടക്ക ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണല്ലോ. പക്ഷെ അത് കുറച്ചുകൂടെ ത്രില്ലിംഗ് ആകാനും കുറച്ചുകൂടെ കാര്യങ്ങൾ അവസാനത്തേക്ക് അസ്റ്റേക്ക് പേഴ്സണലി ആവൂലോ കുറച്ചുകൂടെ. ഓക്കെ, സോ മേ ബി അതായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ. ലൈക്ക് ഇനി ഇറ്റ്സ് ഗോയിങ് ടു ഗെറ്റ് ദേ ആർ കമ്മിങ് ക്ലോസർ ഇൻ ദ സ്റ്റോറി. അങ്ങനെ ആയിരിക്കും ചിലപ്പോ ഇനി കോൺഫ്ലിക്റ്റില് പുള്ളിയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി ഡയറക്ട്ലി അപ്പുറത്തെ ഓപ്പോസിറ്റ് റൂമില് വെള്ള റൂമിലാണല്ലോ പോണെ. അതെ, പിന്നെ സ്റ്റോറി ആയിരുന്നില്ലേ കാണിച്ചേ അടുത്ത ഈ ഒരു സെഷൻ കഴിഞ്ഞപ്പോ. അതെ അതെ, നീലി എന്ന് പറഞ്ഞ. പക്ഷെ അതില് എനിക്ക് തോന്നുന്നു സംസാരിച്ചായിരുന്നു. എനിക്ക് ആ ഭാഗം ഇച്ചിരി ക്രിഞ്ചി ആയിട്ട് ഫീൽ ചെയ്തോട്ടോ. ഒബ്ജക്റ്റീവ്ലി സബ്ജക്റ്റീവ്ലി എന്റെ ഒബ്ജക്റ്റീവ്ലി എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് ഞാൻ കേട്ടു. ഇതിന്റെ ഒറിജിൻ സ്റ്റോറി ഇല്ലേ ചന്ദ്രയുടെ, ചന്ദ്ര നീലിയാണെന്ന് നമ്മള് മനസ്സിലാക്കുന്നത്. പണ്ടത്തെ കാടിനുള്ള ഒറിജിൻ സ്റ്റോറി, അതിന്റെ ഒറിജിൻ കാണിക്കുന്ന ഒരു ഭാഗല്ലേ കാട്ടിലൊക്കെ. ഐഡിയ എനിക്ക് ഓക്കെ ആയിരുന്നു, പക്ഷെ സംതിങ് വാസ് മിസ്സിങ്. എനിക്കറിയില്ല എന്താ, സംതിങ് വാസ് മിസ്സിങ്. ആ സീനുകൾ കാണിച്ച രീതിയാണോ നിങ്ങൾക്ക് വർക്ക് ആവുന്നത്? ഒബിയസ്ലി ഇത് കോൺട്രാസ്റ്റ് ആണ്. ഫ്യൂച്ചറും പാസ്റ്റും വെച്ച് ഭയങ്കര കോൺട്രാസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. സംതിങ് എന്തോ മിസ്സിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ഈ പിൻ പോയിന്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതിനകത്ത് അതിലത്തെ ആ ഒരു വയസ്സായ ആ വില്ലേജ് എൽഡർ പോലത്തെ ഒരു പുള്ളി ഉണ്ടായിരുന്നു, കള്ളിയങ്കാട്ടിലെ നീലി. അതൊക്കെ എനിക്ക് സൂപ്പർ ക്രിഞ്ച് ആയിരുന്നു. അങ്ങനത്തെ കുറച്ച് ഞാൻ പറഞ്ഞ സിനിമാറ്റിക് ആയിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ. ഇപ്പം നീ പറഞ്ഞ പോലെ ഈ ഒരു ഐഡിയ അവരിന്റെ അകത്തോട്ട്, നമ്മുടെ രക്ഷി കല്യങ്കാട്ട് നീലി ഇപ്പൊ യക്ഷി എന്ന് പറഞ്ഞ വാമ്പയർ എന്ന് പറഞ്ഞ സാധനം കുറച്ച് വേണ്ടി നിൽക്കുന്നുണ്ടത്. അതിന്റെ അകത്തോട്ട് നമുക്ക് കണ്ടുചെയ്യാൻ വേണ്ടി ഈ കല്യങ്കാട്ട് നീലിയുടെ ബാക്ക്ഗ്രൗണ്ട് അവർ ചേർത്തല്ലോ. അത് നല്ലൊരു സ്മാർട്ട് വർക്കും അത്യാവശ്യം വളരെ അതായത് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എക്സിക്യൂഷനെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇതിനേലും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. ചെയ്യാൻ പറ്റിയായിരിക്കും പക്ഷെ എല്ലാവർക്കും വർക്ക് ഫോർ മീ അത്ര. പക്ഷേ എക്സിക്യൂഷൻ കുറച്ചുകൂടെ, പക്ഷെ ആ ഭാഗം അങ്ങനെ ഒറിജിൻ കാണിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ യക്ഷിയുടെ പോലെ വെള്ള ഡ്രസ്സിൽ വന്നത് വർക്ക് ഫോർ മീ. അതുപോലത്തെ തന്നെ നമ്മൾ ഈ ഒരു കണക്ട് ചെയ്യുന്ന സാധനമാണ് ഈ ഒറിജിൻ സ്റ്റോറി, ഈ നീലിയായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പം അത് എനിക്ക് ഇറ്റ് ക്യാൻ വർക്ക് സം പ്ലേസസ്, ഇറ്റ് ക്യാൻ നോട്ട് വർക്ക് സം പ്ലേസസ്.
ബേസിക്കലി ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസസ് ആണ്. വീഡിയോഗ്രാഫി ആണോ, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്ത സ്റ്റൈലാണോ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറി തന്നെയാണോ? അതായത് ഇപ്പൊ അങ്ങനെ അമ്പലത്തിൽ കയറി അപ്പൊ ഒരു കേവില് പോയി, കേവിൽ നിന്ന് ഇങ്ങനെ ഒരു ബാറ്റിന്റെ ഒരു അൺഎക്സ്പെക്ടഡ് ഇത് ഉണ്ടാവുന്നു, അത് കഴിഞ്ഞിട്ട് ആ വൈറസിന്റെ അത് ഇൻഡ്യൂസ് ചെയ്തിട്ട്. അതായത് എനിക്ക് ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിലും കുറച്ച് പ്രോബ്ലംസ് തോന്നി. പക്ഷെ കുറെ കുത്തിത്തിരികമാരി എനിക്ക് ഫീൽ ചെയ്തത്. ലൈക് സോ മച്ച് ഇൻഫർമേഷൻ വാസ് പുഷ്ഡ് ഇൻ ടു ദാറ്റ് പാർട്ട്. അപ്പൊ കല്ലേങ്കാട്ട് നീലയുടെ ഉണ്ട്, ബാറ്റ് കടിക്കണ സീനുണ്ട്, ആ രാജാവിന്റെ സീനുണ്ട്. സോ മച്ച് അല്ല, അത് പൊട്ടയാന്നല്ല ഞാൻ പറയണേ. കൊച്ചിന്റെ ആക്ടിങ് സൂപ്പർ ആയിരുന്നു. അൺഫോൾഡ് ചെയ്ത് വരുമായിരിക്കും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ നമ്മള് ഒരു വലിയ പിക്ചറിന്റെ ഒരു ചെറിയ ഭാഗം കണ്ടിട്ട് നമുക്ക് ഫുൾ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഈ ചെറിയ പാർട്ടിന്റെ ജഡ്ജ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോ ഇത് ഗ്രേറ്റർ സ്കീം ഓഫ് തിങ്സിൽ ചിലപ്പോ എനിക്കിത് കണക്ട് ആവുമായിരിക്കും. കണ്ടു കഴിയുമ്പോഴും ഇവര് പഴയ റെഫറൻസ് എടുക്കുമ്പോ ആ സീനിന് പിന്നീട് അതെ. അതായത് ഫോർ ഇതിന്റെ ക്ലാസിക് എക്സാമ്പിൾ വേണമെങ്കിൽ റോക്കറ്റിന്റെ കാര്യത്തിൽ പറയാം. എനിക്ക് റോക്കറ്റ് അത്ര ഇഷ്ടമില്ലാത്ത ക്യാരക്ടറാ. ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയിലെ റോക്കറ്റിന്റെ പ്രശ്നമില്ല. പിന്നെ റോക്കറ്റിന്റെ ബാക്ക് സ്റ്റോറി കാണാൻ പറ്റില്ല. എന്റെ പൊന്നെ, കണ്ണീന്നൊക്കെ ഞാൻ എപ്പോ കണ്ടാലും എനിക്ക് കണ്ണീരുള്ളത് അങ്ങനത്തെ സംഭവം. അപ്പൊ മേ ബി അങ്ങനത്തെ ഒരു കണക്ഷൻ ഇതിനുണ്ടാവുമായിരിക്കാം ബേസിക്കലി. അപ്പൊ ബാക്ക് സ്റ്റോറി നടന്ന ഒരു ഇതും കാര്യങ്ങളോ പറഞ്ഞു. പക്ഷെ അതിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം കൊച്ചായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ബാറ്റ് ബൈറ്റ് ചെയ്ത ആ വൈറസിന്റെ ഇത് വരുന്നത്. പിന്നെ നീലി ഗ്രോസ് ഒരു നോർമൽ ഏജ് വരെ, പിന്നെ അങ്ങോട്ട് സ്റ്റോപ്പ് ഗ്രോയിങ്, പിന്നെ ഒരു സെഞ്ചുറി വരെ ഗ്രോ ചെയ്യുന്നില്ല. അതിൽ മാത്രമേ എനിക്കൊരു കൺഫ്യൂഷൻ. അത് ചിലപ്പോ ഉണ്ടാവും നമ്മുടെ ബോഡിയുടെ ഈ മാമ്പയർ പടങ്ങളുടെ കുറെ ഇങ്ങനത്തെ കഥ എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇതാക്കാലോ. ഒരു നമ്മുടെ ഈ ഇതിൽ പറയുന്നില്ല, നമ്മുടെ മാൻ ഫ്രം നോവലിൽ പറയുന്നില്ല, ഞാൻ 30 വരെ ഏജ് ചെയ്തു, അതായത് നമ്മുടെ ഒരു മെറ്റാബോളിസം മര്യാദ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരെ നടക്കുക എന്നുള്ളൊരു ഇതായിരിക്കും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാലോ. അതൊരു വാലിഡ് പോയിന്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു they are not giving too much importance to the mechanics of how this works. They are trying to bare minimum വെച്ചിട്ട് ഒരു നല്ല കഥ പറയാനോ. പടത്തിന്റെ ഫോക്കസ് പോയിന്റ് ഒക്കെ പറയാമല്ലേ. പക്ഷെ അത് കോമഡി ആയിരുന്നു. ഞാനത് ആലോചിച്ചായിരുന്നു. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം പറയുന്നത് മറ്റേ വർഷങ്ങളായിട്ടുള്ള പ്രൊജക്ടുകളും ഇതൊക്കെയാണ്, അവരായിട്ടൊക്കെയാണ്. ഇവര് അത്രയും സമയം നമുക്ക് മലയാളത്തിൽ ഇല്ല, അത്ര ആൾക്കാരില്ല. ഇവര് എന്ന് പറയുമ്പോഴും ഇവിടത്തെ ഒരു റൈറ്റിങ്ങിന് വേണ്ടി തന്നെ ഒരു ടീമാണുള്ളത്. ഇവിടെ അത്രയില്ല. പക്ഷെ ഇവര് അടുത്ത പടങ്ങളിലോട്ട് ഇനി പുതിയ ആൾക്കാരെയൊക്കെ കൂട്ടി ടീമാക്കി ചെയ്യാനാണ് ഇനി അങ്ങോട്ട് റൈറ്റിംഗ് ടീം തന്നെ കൂട്ടുന്നുണ്ട്. അത് വളരെ വളരെ ബ്രില്യന്റ് ആയിട്ടൊരു കാര്യമാണ്. ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ ഒരു പോസിറ്റീവ് ക്രിറ്റിസിസം ആക്കി എടുത്ത് അടുത്ത പടത്തിലേക്ക് ഇതില് ഞാനൊരു പോയിന്റ് പറയട്ടെ. റോഷൻ പറഞ്ഞതിലും പോയിന്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഇങ്ങനത്തെ ഫിക്ഷനകത്ത് ഈ ലോർ ഉണ്ടാക്കുന്നത് കുറെ ഓഡിയൻസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാരുണ്ട്, ഓതർ ഇറ്റ് സെൽഫ് ക്രിയേറ്റ്സ് മോസ്റ്റ് ഓഫ് ദ ലോ. പക്ഷെ ചില ഇപ്പൊ വാർ ഹാമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഒക്കെ ഉണ്ട്. വാർ ഹാമർ ഒരു അതിലത്തെ വേർഡൊക്കെ കുറെ കാര്യങ്ങളൊക്കെ എന്താണ് ഓഡിയൻസ് ആണ് ഇതിന്റെ ലോർ ക്രിയേറ്റ് ചെയ്യണത്. അപ്പൊ അത്രയും കോംപ്ലക്സിറ്റി കൂടും ഇങ്ങനത്തെ സാധനത്തിനൊക്കെ. അപ്പം റോഷൻ പറഞ്ഞാലും പോയിന്റ് ഉണ്ട്, ദേ ക്യാൻ യൂസ് സംതിങ് ലൈക്ക് ദാറ്റ്, ദേ ക്യാൻ യൂസ്. അപ്പൊ അതൊരു നമ്മുടെ ഓഡിയൻസ് അധികം ഉണ്ടല്ലോ. അപ്പൊ കുറെ ഒരുപാട് കോംപ്ലക്സ് ആക്കാനും പറ്റില്ല, കുറെ സിമ്പിൾ ആയിട്ട് കാണിക്കണം. കുറെ കാര്യങ്ങളൊക്കെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും കുറച്ച് സിമ്പിൾ ആക്കി കാണിക്കണല്ലോ. ഇതിങ്ങനെ വന്നു, ഈ ഒരു ജോണറിൽ ഇങ്ങനെ വന്നത്, അപ്പൊ അതെങ്ങനെ ഇതായി വരും. പക്ഷെ അല്ല, ഇനിയിപ്പോ ഇതിൽ പൈസ ഉണ്ടായെന്ന് കണ്ടു. ഇനിയിപ്പോ ആൾക്കാര് ഇനിയൊരു 5 സൂപ്പർ ഹീറോ പടമെങ്കിലും പല ആൾക്കാരുണ്ടാക്കണം. അതാണ് നമ്മുടെ കേരളത്തിലെ ട്രെൻഡ്. അപ്പൊ നമുക്ക് ഇനി ചിലപ്പോ ഇനിയും കളിയാക്കാൻ പറ്റിയ കുറെ സൂപ്പർ ഹീറോ പടം ഉണ്ടാവും. ചിലപ്പോ ക്ലീൻ സൂപ്പർ ഹീറോ പടമൊക്കെ വരും. അപ്പൊ കുറച്ച് പൈസ അടിക്കാറൊക്കെ. നമ്മള് പിന്നെ ചന്ദ്ര വളർന്നു, ചന്ദ്ര തിരിച്ചു വന്നു. പിന്നെ ഇവിടെ ബാംഗ്ലൂർ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതായത് പാസ്റ്റും അല്ലെങ്കിൽ മുന്നത്തെ ഇതൊന്നായിട്ട് അധികം ബന്ധമില്ലാതെ തന്നെ ഇപ്പൊ ബാംഗ്ലൂര് ടേൺ ഓഫ് ഇവന്റ്സിൽ നടക്കുന്ന കോയിൻസിഡന്റിലൊക്കെ ആയിട്ട് പ്രശ്നങ്ങള് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ സഹായിക്കാൻ പോയിട്ട് ചെന്ന് വരുന്ന പ്രശ്നങ്ങള്. പിന്നെ ബാംഗ്ലൂർ നടക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇവന്റ്സ് ആണ് കാണിക്കുന്നത്. അപ്പം
ഒരുപാടൊന്നും കുത്തിക്കയറ്റാൻ അവര് പോയിട്ടുമില്ല. വളരെ വൃത്തിക്ക് കുറച്ച് കാര്യങ്ങൾ, ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് അത് മാത്രം കാണിച്ചു തന്നു. അപ്പം കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പടം പോയി. പിന്നെ ഹാഫ് ടൈമിലൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഇതും മറ്റേ CGI വർക്കും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിരുന്നു. ഉള്ള ബഡ്ജറ്റിന് വെറുതെ നല്ല ഉള്ള അടിപൊളി ബഡ്ജറ്റിന് വെറുതെ സീനായിരുന്നു. അതായത് ഇപ്പൊ നമ്മള് ഫ്ലോ ഒക്കെ കണ്ടില്ലേ, ഓസ്കാർ അടിച്ച ആനിമേഷൻ ഒക്കെ. അപ്പൊ അവരും ഇങ്ങനത്തെ ചെറിയ ബഡ്ജറ്റിനെ വെച്ചിട്ട് വലിയ പടങ്ങളായിട്ട് ഫൈറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് സിമിലർ സ്റ്റോറിയാണ് ലോകയുടെ എനിക്ക് ഫീൽ ചെയ്തത്. ചെറിയ ബഡ്ജറ്റ് ഈ ആരാണ് ഏതോ ഒരു ഡയറക്ടർ ആരങ്ങനെ പറഞ്ഞു, ഈ 50 കോടി കൊണ്ടൊന്നും ബോളിവുഡില് ഹെയർ ആൻഡ് മേക്കപ്പ് പോലും കവർ ആവില്ല എന്നാ പറഞ്ഞു. മനസ്സിലായി. അപ്പൊ ശരി, ദുൽഖറിന്റെ മമ്മൂട്ടിയുടെ പ്രതിഫലം മാറി എന്നൊക്കെ. മമ്മൂട്ടിയുടെ ആയില്ല. പിന്നെ നമ്മളെ സ്റ്റോറി ലൈനില് അപ്പൊ എന്താണ് നമുക്ക് ഇതിന് ബേസിക്കലി ഒരു എക്സൈറ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാല് പിന്നെയുള്ള പുതിയ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ടോവിനോയുടെ ക്യാരക്ടർ ആണെങ്കിലും ദുൽഖറിന്റെ ക്യാരക്ടർ ആണെങ്കിലും പുതിയ ക്യാരക്ടർ എനിക്കും വർക്കായില്ല. അവസാനത്തെ ആ സീനൊക്കെ വളരെ മോശം പോലെ എനിക്ക് തോന്നുന്നു. ഭയങ്കര മീഡിയോക്കർ. പക്ഷെ ഇപ്പൊ ഫോർ എക്സാമ്പിള് ദുൽഖറിന്റെ ഇപ്പൊ ഫോർ എക്സാമ്പിള് ശരിക്കും കണ്ണ് കാണിച്ചെടുത്ത് നിർത്തിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു ഒടിയനാന്ന് ലാസ്റ്റ് പുറമെ പുറത്തിട്ടില്ല, ഒടിയനാന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. അങ്ങനെ പറയാനുണ്ടെങ്കിൽ ഒടിയനെ വെച്ചിട്ടുള്ള എന്തെങ്കിലും സീനോ അങ്ങനത്തെ വേറെ എന്തെങ്കിലും കാണിക്കുക. എനിക്ക് ഞാൻ വിചാരിച്ചു ഇത് ഏതാ ക്യാരക്ടർ നിഞ്ച ഒക്കെ മാതിരി 2 ബ്ലേഡ്. പക്ഷെ അതിനകത്തുള്ള നിഞ്ച വെച്ച് ഈ ബുള്ളറ്റ്സ് ഒക്കെ തടുക്കുന്ന സീനൊക്കെ നമ്മൾ ഡെഡ് പൂളില് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഇത് കണ്ടിട്ടേ ഇല്ല, മാർവലൊന്നും കണ്ടിട്ടേ ഇല്ല. ഡെഡ് പൂളിന്റെ ഈ പോസ്റ്റർ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഡെഡ് പൂളിന്റെ സിനിമ കണ്ടിട്ടില്ല. അവർക്കൊക്കെ ഇത് കണ്ടിട്ട് വൻ സീനായി. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റ്സിനെ ബ്ലേഡ് കൊണ്ട് വെട്ടിട്ടാണല്ലോ. പക്ഷെ അതേ ഗ്രൂപ്പിൽ തന്നെ കുറച്ച് പേര് ഇത് എന്തായി കാണിക്കണേ, തോക്കുകൊണ്ട് ഉണ്ട വെടിവെച്ചിരുന്നു അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ടൊവിനോടെ അതേ സമയത്ത് എനിക്ക് വളരെ വർക്കായിരുന്നു. ടൊവിനോടെ സൂപ്പർ. അല്ല, ദുൽഖറിനെ കാണിച്ചു ആദ്യം ഒരു ബാക്ക് ഷോട്ട് കാണിക്കുന്നു. ദുൽഖർ വന്നിരുന്ന കാണിച്ചായിരുന്നു. ആ ഒരു ഫൈറ്റിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം അപ്പുറത്തുള്ള ഒരു അവിടെയും എനിക്ക് ഇത് ഈ കുറെ കാര്യങ്ങൾ തള്ളിക്കയറ്റുന്ന പോലെ എനിക്ക് പറയുന്നേക്ക് മറ്റൊരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു 3-4 ഗുണ്ടകളാണ്. അവരുടെ അടുത്തേക്ക് വന്ന് 2 ബ്ലേഡും മറ്റേ സാധനവും. അല്ല, അത് ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഇപ്പൊ ഹോളിവുഡ് പടങ്ങളുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്ന് പറഞ്ഞാലും ഈ മെയിൻ പടമായിട്ട് ബന്ധമാണെന്നില്ല. അത് വേറൊരു പടത്തിന്റെ ഡോർ ഓപ്പണിംഗ് ഇത് ക്ലൈമാക്സ് അല്ല, ഇത് പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. ഇത് രണ്ടും പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. അത് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഒന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ്. ക്ലൈമാക്സിലല്ലേ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ? ഇത് മിഡ് ക്രെഡിറ്റ് സീനാണ് ദുൽഖറിന്റെ. അല്ല, ഇത് പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. ശരിയാ, 2 പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. ഒന്ന് ഞാൻ സെക്കൻഡ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കണ്ടില്ല, ഇത് ഫസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീനാ ദുൽഖറിന്റെ. അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഒരു വേറെ ഏതെങ്കിലും ആൾക്കാരെ ബാറ്റിൽ ചെയ്യുന്ന, അതായത് വെടിവെക്കുന്ന ആൾക്കാരെയൊക്കെ ബാറ്റിൽ ചെയ്യും, ലൈക് പ്രോപ്പർ ഇങ്ങനെ സോൾജേഴ്സിനെയൊക്കെ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി സീനായെന്ന് എനിക്ക് തോന്നി. ഒടിയനാന്നല്ലേ പിന്നീട് പറഞ്ഞത്. അപ്പൊ ഒടിയൻ വേഷത്തിൽ മൃഗത്തിന്റെ രീതിയിൽ ഒരു നാട്ടിൽ തന്നെ അല്ല. അപ്പം ഗുണ്ടകൾക്കും അല്ല, അപ്പൊ അവിടെ നമ്മള് ചിലപ്പോ എനിക്ക് തോന്നുന്നത് ഇത് നേരത്തെ പ്രോബ്ലം. യു ആർ ഓൺലി സീയിങ് എ വെരി സ്മോൾ പാർട്ട് ഓഫ് എ വെരി ബിഗ് പിക്ചർ. മനസ്സിലായ? അപ്പൊ അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ മേ ബി ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നീലിനെ ചന്ദ്രയായിട്ട് കണക്ട് ചെയ്തു, അല്ലെങ്കിൽ ആ യക്ഷിയുടെ വെള്ള ഡ്രസ് ഇതിൽ കണക്ട് ചെയ്തു. അതുപോലെ ഈ നിഞ്ചയുടെ സാധനം എന്തെങ്കിലും കണക്ട് ചെയ്യാൻ ഇവരിൽ വേറെ എന്തെങ്കിലും സാധനം കണ്ടുവച്ചിട്ടുണ്ടാവും ഇവര്. അപ്പൊ നമ്മൾ പറയും, അത് കണ്ടു കഴിയുമ്പോ മനസ്സിലാവും, ദാറ്റ്സ് വൈ ദിസ് ഗൈസ് എ നിഞ്ച. അങ്ങനത്തെ ഒരു പോയിന്റ് ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി ഡിസാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്തു അവര്. ആൻസറിങ് ദിസ് ഇൻ ദ നെക്സ്റ്റ് മൂവി നമ്മളെന്താ ആ വിശപ്പ് അടങ്ങി. ഇതൊക്കെ ഒരു നറേഷന്. ഉണ്ണിക്കുട്ടനെ നീ ഇപ്പൊ ഈ ലോക കാണാത്തൊരു ക്യാരക്ടറിന്റെ ലോക കാണാത്തൊരു ആള് എന്നോട് നീ ഇനി പറയാണ് ഇത് എന്താണ്, അല്ലെങ്കിൽ ലോക പോയി എന്തുകൊണ്ട് കാണാന്ന് സിമ്പിൾ ആയിട്ട് പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൂപ്പർ ഹീറോ പടം നമ്മള് കണ്ടിട്ടുള്ള ഹോളിവുഡ് സൂപ്പർ ഹീറോ പടം ഒരു മലയാളം സെറ്റിംഗിൽ നടക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ സെറ്റിംഗിൽ നടക്കുന്ന പോലെ കാണിച്ചിരുന്ന ഒരു പടമാണ്. അപ്പം അതിന്റെ ലോക്കൽ ബാക്ക് സ്റ്റോറികൾ കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ എക്സിക്യൂഷൻ ചെയ്യുന്നുണ്ട്, കോമഡി ഒരുപാടുണ്ട്. അപ്പം
അത് ഇനി അങ്ങോട്ട് ഒരു യൂണിവേഴ്സ് തുറക്കുന്ന പോലെയുള്ള ഒരു ഫസ്റ്റ് പടം എന്ന രീതിയിൽ അത് വളരെ ട്രിക്കിയാണ്. ഈ ഫസ്റ്റ് പടങ്ങൾ എന്ന് പറയുമ്പോൾ കാരണം യൂണിവേഴ്സിന്റെ ഓപ്പണിംഗ് ഇട്ട് കൊടുക്കുകയും വേണം, എന്നാലും ഈ പടത്തിന് ഒരു ക്ലോസ് ഉണ്ടാവുകയും വേണം എന്ന അത് രണ്ടും ബാലൻസ് ചെയ്ത് ചെയ്യുക. അതും ഒരു ഫീമെയിൽ സെൻട്രിക് ക്യാരക്ടറിനെ വെച്ചാണ് ചെയ്തത്. അതും ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടേഴ്സ് ഒക്കെ മമ്മൂട്ടിയുടെ കയ്യിൽ കാണിക്കുന്നുണ്ട്. ഒച്ച കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും വളരെ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പം നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും ഫീമെയിൽ സെൻട്രിക് ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു സ്മോൾ പോയിന്റ് ആഡ് ചെയ്യുന്നതാണ്. അതായത് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ബീങ് ഫീമെയിൽ അങ്ങനെ ചുമ്മാ ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യല്ല. ഒരു വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ ക്യാരക്ടർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ മാർവല് പോലും ഇതിൽ കുറെ കാര്യത്തിൽ ഫെയിൽ ചെയ്തു. ഷീ ഹൾക്കൊന്നും എനിക്ക് തീരെ വർക്കാവാത്ത ഇതാണ്. ചുമ്മാ ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതില് ദീസ് ഗൈസ് ആർ വേ ബെറ്റർ ദാൻ മാർവലിന് എനിക്ക് പറയാനുള്ളത്. അപ്പം അതെ ആ ഒരു ഹോളിവുഡ് ക്വാളിറ്റിയില്, പക്ഷെ വളരെ ചെറിയ ബഡ്ജറ്റിൽ 33 കോടി പറഞ്ഞത് തീർത്ത. അതും സമയം എന്ന് പറയുന്നത് അവരൊക്കെ വർഷങ്ങളായിട്ട് എടുക്കുന്നു. ഇതും 2 വർഷം കൊണ്ടോ 2.5 വർഷം കൊണ്ടാണ് ഇവർ മൊത്തത്തിൽ ഈ പരിപാടി 3 വർഷം കൊണ്ടാണ്. ഈ ഡയറക്ടറിന്റെ ഒരു 3 വർഷം 4 വർഷം ജെന്യൂൻ മൊത്തത്തിൽ ഉണ്ടാവായിരിക്കാം. പക്ഷെ മൊത്തത്തില് പടത്തിന്റെ ഒരു ഇപ്പം പ്രൊഡ്യൂസറോട് പറഞ്ഞു, എന്നിട്ട് ശേഷം ഒരു 1.5 വർഷം 2 വർഷത്തിനുള്ളിൽ തന്നെ ഇവർ ഇത് തീർത്തുന്നാണ് തോന്നുന്നത്. അത് ഈ ഒരു ക്വാളിറ്റിയിൽ തീർക്കാന്ന് പറഞ്ഞാൽ അതും വളരെ ചലഞ്ചിങ് ആണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ വളരെ, അതായത് ഒരു സൂപ്പർ ഹീറോ മൂവി ഒരു സൗത്ത് ഇന്ത്യൻ സെറ്റപ്പിലുള്ളത് ഫണ്ണിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതൊരു ഒരു ചെറിയ വിൻഡോ, ബേസിക്കലി ഒരു വലിയ യൂണിവേഴ്സിലേക്ക് കാണാൻ നമ്മളൊരു ചെറിയ വിൻഡോ തുറന്ന മാതിരിയാണ്. നമ്മൾ പറയാൻ പറ്റുമത്, അത് ഇവരിത് പടത്തിന്റെ ഫസ്റ്റേ വരുന്നതാണ്. മറ്റേ അനിമേഷനിലുള്ള ലോറ് ഇനി അങ്ങോട്ടുള്ള അതിന് ഈ പടത്തിന്റെ നല്ല പ്രിന്റുകൾ വരുമ്പോ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ഇത് വരുമായിരിക്കും. അതിന്റെ അകത്ത് നമുക്ക് കാണിക്കുന്നുണ്ട് ഒരു സ്ത്രീ യുദ്ധം ചെയ്യുന്നത്, അത് ഇഷ്താറാന്നാണ് പറയുന്നത്. അതുപോലെ ഈ ബാറ്റ് കേവിൽ ഇവിടെ പോകുമ്പോൾ ഒരു തലയില്ലാത്ത ഒരു പ്രതിമയൊക്കെ കാണിക്കുന്നു, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ഏലിയൻ ഇൻവേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇഷ്താറാണ് എന്ന് പറയുന്നുണ്ട്. ഇഷ്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് പാർട്ട് ഇന്ന് സംസാരിക്കാൻ വിചാരിക്കുന്ന സെക്കൻഡ് പാർട്ട് തന്നെ ഇഷ്താറും, അതായത് ഇഷ്താറിന്റെ സ്റ്റോറിയും എന്താണ് ഇതിന്റെ ഹ്യൂമൻസ് ആയിട്ട് നമ്മളായിട്ട് എന്ത് റിലേറ്റ് ചെയ്യണു ഈ സ്റ്റോറിന്നും, ഇതൊക്കെ വൈ വി ആർ ഡ്രോയിങ് ഫ്രം ദീസ് കൈൻഡ് ഓഫ് സ്റ്റോറീസും എന്താണ് മിത്ത് മേക്കിംഗ് എന്നൊക്കെ ഉള്ളതിന്റെ ഒരു കണക്ഷൻ ശരിക്കും പറഞ്ഞ ഇഷ്താർ. ഇപ്പൊ ഇഷ്താറൊക്കെ വരുന്നത് ഒരു ഏർലിയർ ഒരു ക്യാരക്ടർ ഉണ്ട്, ഇനാന എന്ന് പറഞ്ഞ ക്യാരക്ടർ. രണ്ടും സെയിം തന്നെ, ഇപ്പൊ നമ്മൾ ഡിഫറെന്റ് പേരിൽ വിളിക്കണമെന്നുള്ളൂ. ഇപ്പൊ ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മെസപ്പൊട്ടേമിയനില് സിവിലൈസേഷൻ ഉണ്ടായിരുന്നു ഒരു 3000-4000 BC. അതായത് ഈ ഈജിപ്റ്റ് പിരമിഡൊക്കെ പണിയുന്ന കാലഘട്ടം വിചാരിച്ചോ. അപ്പൊ അതായത് യേശുക്രിസ്തുവും വരുന്നതിനാണല്ലോ നമ്മള് AD അല്ലെങ്കിൽ ബിഫോർ ക്രൈസ്റ്റ് എന്നൊക്കെ പറയണ ആ ടൈം വരുന്നത്. അതിന് 10,000-3000 വർഷം മുമ്പുള്ള സ്റ്റോറിയാണ്. അപ്പൊ അതായത് ബേസിക്കലി മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ സുമേർ എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ മോഡേൺ ഡേ ഇറാഖിനെയാണ് പറയണത്. അന്നത്തെ കാലത്ത് ഈ ടൈഗ്രീസ് ആൻഡ് യൂഫ്രട്ടീസ് എന്ന് പറഞ്ഞ 2 വലിയ റിവറുകളുണ്ട്. ഈ റിവറുകളുടെ നടുക്കുണ്ടാവുന്ന സിവിലൈസേഷനാണ് പറയണത്. ഞാൻ ഓർക്കുന്നു 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ ഇതിലത്തെ ഫസ്റ്റ് സിവിലൈസേഷൻ അല്ല, ഇതിനു മുമ്പ് സിവിലൈസേഷൻ ഉണ്ട്. പക്ഷെ ഈ സിവിലൈസേഷൻ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിവിലൈസേഷന്റെ ആണ് നമ്മള് ആദ്യത്തെ റൈറ്റിംഗ് നമുക്ക് കിട്ടിയാണ്, എഴുത്ത്. നമ്മളിപ്പോ ABC എന്നൊക്കെ എഴുതിയ റെക്കോർഡിങ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇത് ഇവര് കല്ലിലാണ് എഴുതിയിരുന്നത്. അപ്പൊ കല്ലിൽ എഴുതുന്നതും നമ്മുടെ ഭാഷയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കല്ലിൽ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ മലയാളത്തിൽ നമ്മളിങ്ങനെ ഉരുട്ടി എഴുതില്ലേ, ഉരുട്ടി എഴുതാൻ പറ്റില്ല. ഇങ്ങനെ അങ്ങനത്തെ. ഇപ്പൊ നമ്മുടെ ABCയുടെ ഒക്കെ ഒറിജിനാ പറയണേ, ഒറിജിൻ സ്റ്റോറിയാണ്. ഇപ്പൊ നമ്മള് ചന്ദ്രയുടെ ഒറിജിൻ സ്റ്റോറി പറഞ്ഞു, നമ്മുടെ ലാംഗ്വേജിന്റെ ഒറിജിൻ സ്റ്റോറിയിലേക്ക് വേണം, റിട്ടേൺ ലാംഗ്വേജിന്റെ വെസ്റ്റേൺ സിവിലൈസേഷന്റെ. അപ്പൊ നമ്മുടെ ഇതിലേക്ക് ഇങ്ങനെ ഉരുട്ടി എഴുതണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മെറ്റീരിയൽ ഡിപ്പെൻഡന്റ് ആണ് എഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമ്മളൊക്കെ ഓലയിലല്ലേ എഴുതിക്കൊണ്ടിരുന്നത് പണ്ട് കാലത്ത്. ഓലയിൽ നീ ഇങ്ങനെ വരകൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞെങ്കിൽ ഈ ഓല കീറും, മനസ്സിലായോ?
ഇങ്ങനത്തെ അപ്പൊ നമ്മളിങ്ങനെ സ്ലോലി ഉരുട്ടി എഴുതാല ഈ ഓല കീറാതെ നമുക്ക് ഇതിനകത്ത് എഴുതാൻ പറ്റും. പക്ഷെ കല്ലിലായ പ്രോബ്ലം ഇല്ല. കല്ലിൽ യു ക്യാൻ ഗോ ലൈക്ക് ദിസ്, ലൈക്ക് ദാറ്റ്, ലൈക്ക് ദിസ്. ഇതുകൊണ്ട് സോ ബിക്കോസ് ഓഫ് ദാറ്റ് അതിനൊരു പേരുണ്ട്, ക്യുനൈഫോം സ്ക്രിപ്റ്റ് എന്ന് അതിനെ പറയാ. ക്യുനൈഫോം സ്ക്രിപ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യുനൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവൈസിനെ പറയണതാ. ഈ കോറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ്. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ കാർവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. പക്ഷെ ഇങ്ങനെ കാർവ് ചെയ്യാൻ എളുപ്പാ. അതാണ് ഈസിയസ്റ്റ്. അത് മാത്രല്ല, ഇപ്പൊ കല്ലിൽ എഴുതി കഴിഞ്ഞാൽ കുറെ നാള് ലാസ്റ്റും ചെയ്യും. ഇപ്പൊ നമ്മള് ഇപ്പൊ ഇതിൽ മറ്റേതിലൊക്കെ എഴുതുന്നതിന് പകരം. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത് സർവൈവ് ചെയ്തത്. വേറെ കുറെ ഉണ്ടായിണ്ടാവും, പല ഇലയിൽ എഴുതിയവരും തൊലിയിൽ എഴുതിയവരൊക്കെ അപ്പൊ ഞാൻ പറയാം. അപ്പൊ ബേസിക്കലി ഇതിന്റെ ഒറിജിൻ എന്ന് വെച്ചാൽ കഥ എഴുതാനോ പോയട്രി എഴുതാനോ പാട്ട് എഴുതാനോ ഒന്നല്ല, അക്കൗണ്ടിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ എത്ര പശുവുണ്ട്, ഇയാൾ എനിക്ക് 5 പശു തന്നു, ഇതിന് എത്ര റിട്ടേൺ ആയിട്ട് ഞാൻ കൊടുക്കണം, ഇങ്ങനത്തെ ഒക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ റൈറ്റിംഗ്. നോൺ ഒരു റൈറ്റിംഗ് ഉണ്ടല്ലോ, ഏറ്റവും പഴയ അയാളുടെ പേര്, അതായത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പേരുണ്ട്, മറന്നുപോയി. അത് ആക്ച്വലി ഒരു അക്കൗണ്ടന്റിന്റെ പേരാണെന്നാണ് പറയപ്പെടുന്നത്. അതെ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എവർ ഇത് ബേസിക്കലി എന്തോ അങ്ങനെ ഒരു കംപ്ലൈന്റ് ആയിരുന്നു, ഒരു ഗൂഗിൾ റിവ്യൂ പോലത്തെ എന്തോ സാധനമാണ് നമ്മൾക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. അതായത് ഇങ്ങനത്തെ എന്തോ ട്രേഡ് ഡീലിൽ എന്തോ ഹാപ്പി അല്ലാത്തതിന്റെ എന്തോ ഒരു സംഭവമാണ് കിട്ടിയേക്കുന്നതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇൻവെൻഷൻ ബേസിക്കലി ആണ് നമ്മുടെ ഫസ്റ്റ്. അതിനു മുമ്പും നമ്മളിങ്ങനെ റൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ പർപ്പസ് എന്ന് വെച്ചാൽ നമ്മുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി പുറത്ത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഹ്യൂമൻസിന്റെ ഒരു എന്താ പറയാ, ഒരു അഡ്വെഞ്ചർ ഇൻ ടു എക്സ്പാൻഡിങ് ദിയർ മെമ്മറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവര് ഈ റൈറ്റിംഗ് ഇൻവെന്റ് ചെയ്തത് അതും കല്ലിലാണ് ചെയ്യണത്. കല്ലിലും ക്ലേ ടാബ്ലെറ്റ്സിലാണ് ഇതൊക്കെ. എന്തോ ഇതും ഇഷ്താറും തമ്മിൽ എന്താണ് ബന്ധം വരുന്നത്? അപ്പൊ സോ ബേസിക്കലി വാട്ട് ഹാപ്പൻസ്, ഹ്യൂമൻസ് എന്താ ചെയ്യുക, അപ്പൊ നമ്മള് മലയാളികള് നമുക്ക് കുറെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടായപ്പോ നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താ, സിനിമ ഭയങ്കര എന്റർടൈനിങ്. അതുപോലെ പണ്ടത്തെ ആൾക്കാർ ക്രിയേറ്റ് ചെയ്തിരുന്ന കഥകളാണ് പിന്നെ മിത്തോളജികളായത്. ഇപ്പൊ അതുപോലത്തെ ഒരു കൈൻഡ് ഓഫ് മിത്ത് മേക്കിംഗ് അവിടെ സംഭവിച്ചതിൽ വന്ന ക്യാരക്ടേഴ്സ് ആണ് ഈ ഇനാന, അല്ലെങ്കിൽ എൻകിഡു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട്. പണ്ട് ഇത് ഗിൽഗമേഷ് എന്നൊക്കെ പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട്, എപ്പിക് ഓഫ് ഗിൽഗമേഷ്. അതായത് ഫസ്റ്റ് ഹീറോ ആണ്. അതായത് കഥകൾ നമ്മൾ എഴുതാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആദ്യ സൂപ്പർ ഹീറോ അല്ല, ആദ്യത്തെ ഹീറോ. അപ്പൊ ഈ പിന്നെ താമൂസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. ഇതൊക്കെ ബൈബിളിലും അതിലൊക്കെ റെഫറൻസ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഇവരുടെയൊക്കെ സ്റ്റോറി എങ്ങനെയാന്ന് വെച്ചാൽ ഇറ്റ്സ് കണക്റ്റഡ് ടു ദീസ് സിറ്റീസ്. അപ്പം എല്ലാ സിറ്റിക്കും ഒരു പാറ്റേൺ കോഡ് ഉണ്ട്. മെസപ്പൊട്ടേമിയയില് ഈ ടൈഗ്രസിന്റെ യൂഫ്രട്ടീസിന്റെ ഇടയ്ക്കുള്ള കുറച്ച് സിറ്റികളുണ്ട്. ഒന്ന് ഉറുക്ക് എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട്. ഈ ഉറുക്കിലത്തെ ഗോഡസ് ആണ് ഇഷ്താർ. ഉറുക്കിന്റെ ഗോഡസ് ആണ് ഇഷ്താർ. അവരുടെ ഒരു മെയിൻ ഡേറ്റ് ആണ് ഇഷ്താർ. എന്തോ ഫീമെയിൽ ക്യാരക്ടർ, ഗോഡസ് ഓഫ് ലവ് ആൻഡ് വോർ ആണ് പുള്ളിക്കാരത്തി. ബേസിക് ലവ് ആൻഡ് വോർ ആണ് പുള്ളിക്കാരത്തി. പിന്നെ നിപ്പൂർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. അതായത് നിപ്പൂറിന്റെ ഗോഡ് എൻലിൽ എന്ന് പറഞ്ഞൊരു ഗോഡ് ഉണ്ട്. പിന്നെ ആ പുള്ളി ലോർഡ് ഓഫ് വിൻഡ് എന്നാ പറയാ. നമ്മുടെ വായുവിന്റെ ദേവ ഏതാണ്, നമ്മുടെ ഹിന്ദു മിത്തോളജിയിൽ ആരായിരുന്നു വിൻഡിന്റെ ഗോഡസ്? വിൻഡിന്റെ ഗോഡ് വായുദേവൻ. അപ്പൊ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ എറിഡു എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഗോഡ് എൻകി ആണ്. ബേസിക്കലി അവിടെയാണ് മിത്സ് ഓഫ് എൻകി ഒക്കെ ഒറിജിൻ ചെയ്യണത്. ഇപ്പൊ ഈ സ്ക്രൈബ്സ് ഒക്കെ ഇവരുടെ കഥ അന്ന് ഇങ്ങനെ ക്ലേ ടാബ്ലെറ്റ്സിലും ഇങ്ങനത്തെ സാധനത്തിലൊക്കെ എഴുതിയോണ്ട് നമ്മളിങ്ങനെ പാസ് ഡൗൺ ചെയ്തു വന്ന് ഇപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു ഈ ഇതിലേക്കൊക്കെ. ബേസിക്കലി കുറെ ഇനാനയെ കുറിച്ചും ഇനാന അല്ലെങ്കിൽ ഇഫ്താർ എന്ന് പറഞ്ഞ സെയിം ക്യാരക്ടറിനെ കുറിച്ച് കുറെ കണ്ടന്റ് ഉണ്ട്. കുറെ പോയംസ് ഉണ്ട്, ലിറ്റററി ടെക്സ്റ്റുകൾ ഉണ്ട്, ഇഷ്ടം പോലെ കണ്ടന്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതായത് ഇപ്പൊ നമ്മള്
നമുക്കിപ്പോ കുറെ സ്റ്റോറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മളൊന്ന് എഴുതി വെക്കുമല്ലോ, ക്രിയേറ്റ് ചെയ്ത് വെക്കുമല്ലോ, അതുപോലെ കുറെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. അന്നത്തെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഏതെങ്കിലും രാജ്ഞിനെ കുറിച്ചൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും ബേസിക്കലി. പുള്ളിനെ കുറിച്ച് അങ്ങനെയാണെങ്കിൽ പടത്തിൽ വരുന്ന മൂത്തോൻ മമ്മൂട്ടിയുടെ റോൾ ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. മമ്മൂട്ടിയുടെ റോൾ. അപ്പൊ മമ്മൂട്ടിയും ഇതേ കമ്മ്യൂണിറ്റി ഇതിൽ നിന്ന് തന്നെ വരുന്നതായിരിക്കും. പക്ഷെ ഇതിനകത്ത് നമ്മൾ മൂത്തോൻ എന്നാ പറഞ്ഞേക്കണേ, അതായത് ഒരു ഡയറക്റ്റ് നെയിം കൊടുത്തിട്ടില്ല. അപ്പൊ പോസിബിളി ഇത് താമൂസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട് അതിനകത്ത്. താമൂസ് തന്നെ ആവാനുള്ള നല്ല സാധ്യതയുണ്ട്. കാരണം താമൂസ് ഒരു ഫെർട്ടിലിറ്റി ഗോഡാണ്. ഫെർട്ടിലിറ്റി ഗോഡാണ്. അതായത് എല്ലാ വർഷവും മരിച്ചു ഉയർത്തെറിഞ്ഞേക്കുന്ന ഒരു ക്യാരക്ടറാണ് താമൂസ്. അപ്പൊ അപ്പൊ അതിനൊരു വേറൊരു കണക്ഷനും കൂടി ഉണ്ട്. അതായത് മൂത്തോനെ പോയിന്റ് ചെയ്ത് കാണിക്കുമ്പോ, അതായത് മൂത്തോനെ പോയിന്റ് ചെയ്ത് കാണിക്കില്ലേ, മൂത്തോൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഈ പുള്ളി കത്തനാരായിട്ട് വരുന്ന പുള്ളി കാണിച്ചു കൊടുക്കില്ലേ. അപ്പൊ രണ്ട് ഐക്കൺസ് ആണ് അവിടെ ഉള്ളത്. ഒന്ന് മൂത്തോന്റെ സ്റ്റാഫ്, സണ്ണി വെയിൻ കാണിക്കുമ്പോ ഒന്ന് മൂത്തോന്റെ സ്റ്റാഫും പിന്നെ യേശു ക്രിസ്തു ആണുള്ളത് അവിടെ. യേശു ക്രിസ്തു ആണ് മാൻ ഫ്രം മർസീന നല്ല ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവും മരിച്ചു ഉയർത്തെഴുന്നേക്കുന്ന ക്യാരക്ടറാണ്, എക്സാക്ട്ലി ലൈക്ക് താമസ്. അപ്പൊ ആ ഒരു കണക്ട്, കാരണം റൈറ്റേഴ്സ് വുഡ് ഹാവ് റെഡ് ഓൾ ഓഫ് ദിസ്, ദെൻ ദേ ആർ കണക്ടിങ്. എന്താണ്, ഓൾറെഡി നമ്മൾ കണ്ടു യക്ഷീനെ കുറെ കണക്റ്റഡ് ആണെന്നാണല്ലോ. ഈ മതങ്ങളൊക്കെ പല സ്ഥലത്ത് വരുമ്പോൾ അതിന്റെ അകത്ത് കുറച്ചെടുത്തു, ഇതിന്റെ അകത്ത് കുറച്ചെടുത്തു, അങ്ങനെയാണല്ലോ വരുന്നത്. എക്സാക്ട്ലി. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി സിനിമയ്ക്കകത്ത് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ. ഇപ്പൊ യക്ഷീനെ നീലിയായിട്ട് കണക്ട് ചെയ്തു, നീലിനെ ചന്ദ്രയായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മാർവലും ഡി സി ഒക്കെ. മാർവലിൽ നോർസ് മിത്തോളജി, ഡിസിയില് ഗ്രീക്ക് മിത്തോളജി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യുന്നുണ്ട്. മാർവലിനകത്ത് തന്നെ ഗ്രീക്കും മറ്റേതും യൂസ് ചെയ്യുന്നുണ്ടല്ലോ, നോർസും യൂസ് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ ഇതൊരു സിൻക്രട്ടൈസേഷൻ അങ്ങനെ എന്താണ് ഇതിനെ വാക്ക് ഉപയോഗിക്കുക. അതായത് പല പല സാധനത്തിൽ നിന്ന് മിക്സ് ചെയ്തിട്ട് ഒരേ ടൈപ്പുള്ള സാധനം വെച്ചിട്ട് കണക്ട് ചെയ്യണത്. പിന്നെ വളരെ നല്ലൊരു ഇതാണ്, ഓഡിയൻസായിട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ ഒരു ഒറിജിൻ സ്റ്റോറി ഉണ്ട്. ഈ ഇപ്പൊ പറഞ്ഞ ഇപ്പൊ ഓരോ ഉറക്കിന്റെ ഗോഡ് ഉണ്ട്, നാനയാണ്, മറ്റൊരു നിപ്പൂറിന്റെ ഗോഡ് ഉണ്ട്. അവർക്ക് തന്നെ ഒരു പാന്തിയോൺ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഗ്രീക്ക് പാന്തിയോൺ എന്ന് പറയില്ലേ. ഇപ്പൊ അതായത് ഹെർക്കുലീസ് ഡെമിഗോഡാണ്. നമ്മുടെ എന്താണ് സൂസ്, പിന്നെ ആരാണ്, ഹേഡീസ് അല്ലെങ്കിൽ മെർക്കുറി, അങ്ങനത്തെ അഫ്രോഡൈറ്റി, അങ്ങനത്തെ ഒരു വലിയൊരു അഫ്രോഡൈറ്റി, വീനസ്. അപ്പൊ ഈ വീനസ്, അഫ്രോഡൈറ്റി, ഇസ്താർ, ഇനാനൊക്കെ ഓൾമോസ്റ്റ് ഒരേ ക്യാരക്ടറാണ്. മാസ് അല്ലെങ്കിൽ ഏരീസ്. പിന്നെ കുറെ അങ്ങനത്തെ ഈജിപ്തിലും ഉണ്ട്, ഹോറസ്, ഐസിസ്. ഈജിപ്തും മറ്റേ രീതിയിലുണ്ടല്ലോ, മറ്റേ റോഷൻ കണ്ടിരുന്നു, മറ്റേ പേര് നമ്മുടെ മാർവലിന്റെ എന്താ മറ്റേ മൂൺ നൈറ്റ്. അത് ഗോഡാണ് നമ്മുടെ, എന്താണ്, കോൻഷു മൂൺ ഗോഡാണ്. അപ്പൊ കോൻഷുവായിട്ട് ആക്ച്വലി കണക്ഷൻ ഉണ്ട്. കാരണം ഇനാനയും ഇസ്താറും വീനസ് ഈ ടീമൊക്കെ കുറച്ച് മൂണായിട്ടും കണക്റ്റഡ് ആണ്. അപ്പൊ അതും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഏത് നമ്മുടെ ഒരു ക്യാരക്ടറുമായിട്ട് ഒരു അലൈൻ ചെയ്യുന്ന രീതിയിലാണ് മൂത്തോന്റെ ക്യാരക്ടർ വരുന്നതെന്നാണോ അപ്പൊ പറഞ്ഞു തരുന്നല്ലേ? അതെ, അതായത് ഇപ്പൊ ഈ താമൂസ്, ഡുമൂസി, പിന്നെ ഇങ്ങനത്തെ ഡൈയിങ് ആൻഡ് റൈസിങ് ഗോഡ്സ്, ഈ ഹൊറസിന്റെ അച്ഛനായിട്ടുള്ള ആളുടെ പേര് ഞാൻ മറന്നുപോയി, അങ്ങനെ ഒരു ഗോഡ് ഉണ്ട് ഈജിപ്ഷ്യൻ മിത്തോളജി. ഇവരൊക്കെ ഇങ്ങനെ ഡൈയിങ് ആൻഡ് ഫെർട്ടിലിറ്റി ഗോഡ്സ് ആണ് ബേസിക്കലി. നമ്മുടെ വർഷത്തിൽ ഒരു പ്രാവശ്യം വരിക, പിന്നെ മരിക്കുക. ഇപ്പൊ നമ്മുടെ മഹാബലിയൊക്കെ ആയിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം ഈ മൂത്തോനെ ബേസിക്കലി. കാരണം എന്താ, അപ്പൊ നമ്മുടെ കേരള മിത്തോളജിയിൽ കണക്ട് ചെയ്യാം. വർഷത്തിൽ ഒരു പ്രാവശ്യം വരുന്നു, പുള്ളി മരിക്കുന്നു, പാതാളത്തിലേക്ക് പോകുന്നു. അതായത് ഇനാനയ്ക്ക് തന്നെ ഈ സംഭവം ഉണ്ട്, ഈ പാതാളത്തിൽ പോകുന്നുണ്ട് ഈ ഇനാന എന്ന് പറഞ്ഞ ക്യാരക്ടർ, ലൈക്ക് മഹാബലി. പക്ഷെ പോകുന്ന റീസൺ വേറെയാണ്. അവിടെ എന്തോ ദുമൂസിനെയോ താമൂസിനെ അങ്ങോണ്ട് രക്ഷിക്കാനോ അങ്ങനെ എന്തോ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതിനകത്ത്. അപ്പൊ ഈ നമ്മുടെ ബേസിക്കലി ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ വർഷവും നമുക്ക് എന്താണ് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഉണ്ടാവുന്നത് നമ്മുടെ ഈ എർത്ത് തന്നെ തന്നിന് ചുറ്റു പോകുന്നതും
സണ്ണ് സ്പിൻ ചെയ്യുന്നതിനൊക്കെ കണക്ട് ചെയ്തിട്ടാണല്ലോ ഈ സീസൺസും ഡേ ആൻഡ് നൈറ്റും ഒക്കെ ഉണ്ടാവുന്നത്. അതായിട്ട് വരെ കണക്റ്റഡ് ആണ് ബേസിക്കലി എല്ലാ സ്റ്റോറീസും. അപ്പൊ ഒരു ഒരു ഈ കഥകൾ എന്നൊക്കെ ഇപ്പൊ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്യണ ഫിക്ഷനൊക്കെ ഇറ്റ്സ് സ്റ്റാക്ഡ് അപ്പോൺ ഓൾഡർ ഇൻഫർമേഷൻ അബൌട്ട് നേച്ചർ ഇറ്റ് സെൽഫ്, ഹൗ ദ വേൾഡ് റിവോൾവ്സ് അറൌണ്ട് ദ സൺ ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പം ഇതില് ആക്ച്വലി ഞാൻ ഇനി ഒരു ചെറിയ കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏറ്റവും ആദ്യത്തെ ഹീറോ ആണ് ഗിൽഗമേഷ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ. ഗിൽഗമേഷ് ആയിട്ട് ഇന്ത്യൻ പേര് പോലെ ഉണ്ടല്ലോ. ഗിൽഗമേഷ് നമ്മുടെ ആ ഭാഗത്ത് തന്നെ, നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞാൽ ഗിൽഗമേഷിന്റെ സ്ഥലമായി. അപ്പൊ ഈ എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്ന് പറഞ്ഞാണ് നമ്മള് ആദ്യത്തെ 2000 BC-യിലുള്ള കഥ. ആദ്യത്തെ സൂപ്പർ ഹീറോ മൂവി എന്ന് വേണമെങ്കിൽ പറയാം, സൂപ്പർ ഹീറോ സ്റ്റോറി. അപ്പൊ പുള്ളി ഒരു രാജാവായിരുന്നു, ഉറുക്കിന്റെ രാജാവായിരുന്നു. ഈ ഉറുക്ക് നമ്മൾ പറഞ്ഞില്ലേ എന്റെ ഗോഡസ് മറ്റേ പുള്ളിക്കാരത്തിയാണ്. അപ്പൊ അവരെഴുതിയ ഈ സൂപ്പർ ഹീറോ ഫാൻ ഫിക്ഷൻ ആണ് ഈ എപ്പിക് ഓഫ് ഗിൽഗമേഷ്. അതിനകത്ത് വേറൊരു എൻകിഡു എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ ഒരു വൈൽഡ് മാൻ ആണ്. അതിനകത്ത് ഇവർ രണ്ടുപേരും കൂടി ബാറ്റിൽ ചെയ്ത് ഒരു ഹീറോന്റെ ഒരു ആർക്കൊക്കെ ഉണ്ട് അതിനകത്ത്. അത് ഇവര് ഒക്കെ നമുക്ക് നമ്മുടെ ഓഡിയൻസിന് ഇതൊക്കെ ഒരു സെർച്ച് ചെയ്യാനുള്ള ഒരു കീവേഡ്സ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണേ. അപ്പൊ അതിനകത്ത് ഈ എൻകിഡോയുടെ ക്യാരക്ടർ ഷംഹാത്ത് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട്. ഷംഹാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ടെമ്പിൾ പ്രീസ്റ്റസ് ആണ്. ടെമ്പിൾ പ്രീസ്റ്റസ് ഈ ഗോഡ്സ് ഈ വൈൽഡ് മാനെ ഹ്യൂമൻ പോലെ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യണ കുറെ ലോർ ഉണ്ട് ഇതിനകത്ത് ഈ എപ്പിക് ഓഫ് ഗിൽഗമേഷില്. ഇവര് തന്നെ ഇതിന്റെ മുകളിലായിട്ട് ഹൈ ഗോഡ്സ് എന്ന് പറഞ്ഞിട്ട് വർഷിപ്പ് ചെയ്തിരുന്ന ആൾക്കാരുണ്ട്. അതിനെ കുറിച്ചും നമ്മുടെ ഈ ലാസ്റ്റ് ഫൈനൽ പോയിന്റ് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അനൂനാക്കി എന്ന് പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് ഗോഡ്സ് ഉണ്ട്. അനൂനാക്കി എന്ന് പറഞ്ഞാൽ ഇവരുടെയും ഹയർ ഗോഡ്സ് ഉണ്ട്. അവിടുത്തെ മിത്തോളജി ആണോ? അവരുടെ മിത്തോളജിയിലാണല്ലോ അവരുടെ ഈ ഗോഡ്സ് ഒക്കെ ഉള്ളത്. ഇന്ത്യൻ പേര് തോന്നുന്നു. അല്ല മണ്ടേല സിനിമ കണ്ടിട്ടുണ്ടോ? ഏത് മണ്ടയോ? മണ്ടേല എന്ന് പറഞ്ഞ സിനിമ. മണ്ടേല മറ്റേ യോഗി മണ്ടേല ഞാൻ കണ്ടിട്ടില്ല. മറ്റേ മുടി വെട്ടണേ നാഗിനി സീരിയല് കാണണം. മാറി നിൽക്കാൻ ഞാൻ അപ്പം ഈ അനുനാക്കി എന്ന് പറഞ്ഞാൽ തന്നെ അതായത് ഇവരുടെ ഗോഡ്സിനേലും ഹയർ ആയിട്ട് വേറെ ഗോഡ്സ് ഉണ്ട്. അനുനാക്കിയുടെ സ്റ്റോറി ഭയങ്കര അതായത് അവരുടെ തന്നെ ഒരു ക്രിയേഷൻ മിത്ത് ഉണ്ട്. അതായത് എങ്ങനെ മനുഷ്യരുണ്ടായി എന്നുള്ള അവരുടെ സ്റ്റോറിക്കകത്തും ഈ നമ്മുടെ സെമിറ്റിക് റിലീജിയൻസിനകത്ത് ക്രിയേഷൻ സ്റ്റോറി ആയിട്ട് കണക്ഷൻ ഉണ്ട്. സെമിറ്റിക് ക്രിയേഷൻ എന്ന് പറഞ്ഞ സെമിറ്റിക് സ്റ്റോറീസ് പറഞ്ഞാൽ ഈ അബ്രഹാമിക് റിലീജിയൻസ് ഇപ്പൊ പറയുന്ന ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ജുഡൈസത്തിലൊക്കെ ഇങ്ങനെ ക്രിയേഷൻ സ്റ്റോറി പറഞ്ഞു. മറ്റേ ആദം ആൻഡ് ഹവ്വയുടെ സ്റ്റോറിയിൽ എക്സാക്ട് സെയിം സ്റ്റോറി ഇവരുടെ അടുത്തുണ്ട്. ബട്ട് 2500 വർഷം മുന്നേ. ഈ അനുനാക്കി എന്ന് പറയുമ്പോ മറ്റേ ഒരു ബാഗിന്റെ സിമ്പൽ ഇങ്ങനെ ഏലിയൻ കൊടുത്തെന്ന് പറയണ അതുമായിട്ട് മറ്റേ ഒരുവിധ എല്ലാ സിവിലൈസേഷന്റെ ഇതിലും ഒരു ബാഗും പിടിച്ചു പോണ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. ഞാൻ കണ്ടണ്ട അതിന്റെ കുറച്ച് റീലൊക്കെ ഞാൻ കണ്ടു. പക്ഷെ ഐ ഡോണ്ട് തിങ്ക്സ് ഈ ആൾക്കാരെ കുറിച്ച് തന്നെയാ പറയണേ ബേസിക്കലി. വാച്ചുള്ള ടീം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഏലിയൻസ് ബേസിക്കലി ഏലിയൻസ് ആണെന്നാണ്. എല്ലാ സിവിലൈസേഷനിലും കുറെ ഇതിൽ ഈജിപ്ഷ്യൻ ഇതിലും ഒക്കെ ഉണ്ടെന്ന് തോന്നില്ലേ, വന്നൊരു പെട്ടി കൊടുക്കും മറ്റേ ഗുഡീസ് ഒക്കെ പോലെ. അത് എത്ര ഫാക്ട് ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ റോഷ. പക്ഷെ അതേ അങ്ങനത്തെ കുറെ സ്ക്രിപ്ചറിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു ബാഗിന്റെ സിമ്പിൾ. എക്സാക്ട്ലി ബാഗിന്റെ സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ നമ്മളത് അസ്യൂം ചെയ്യണതാണ് ഏലിയൻസ് ആണെന്ന്. അതെ, പക്ഷെ എന്തോ ഒരു കൈമാറ്റം നടക്കുന്നുണ്ട്. ബാഗ് പണ്ടൊട്ടേ ഉള്ള കാര്യമാണല്ലോ. ഇപ്പൊ അതായത് ഇപ്പൊ നമ്മള് ബാഗ് ഇന്നലെയും കണ്ടുപിടിച്ചൊരു കാര്യമല്ല. മില്ലീനിയായിട്ട് ബാഗായിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ചെറിയ സഞ്ചി. കാരണം ഈ ഹൈ സിവിലൈസേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പണ്ടും ഉണ്ട്. അതായത് റിച്ച് ആയിട്ടുള്ള ആൾക്കാര് രാജാക്കന്മാര് ഒക്കെ പണ്ടും ഉണ്ടല്ലോ. അപ്പം സാധാരണക്കാരിൽ സഞ്ചിയായിരിക്കും. നമുക്ക് ഹിസ്റ്ററി അറിയില്ലാന്ന് പിന്നെ ഇതൊക്കെ ഫുൾ ആൾട്ടേഡ് ആണ്. അപ്പൊ ഒരാള് പണ്ടത്തെ മൈൻഡ് സെറ്റ് വെച്ച് ഇതൊക്കെ പ്രിസർവ് ചെയ്യണം എന്നുള്ള മൈൻഡ് ആയിരുന്നില്ല. അപ്പം അത് കളയുന്നായിരുന്നു. പിന്നെ അതാ പറഞ്ഞ നമ്മളിപ്പോ ഇതിനെ അഡ്രസ് ചെയ്തു കൊണ്ടുവരുന്നാണോ പറയണേ ഇങ്ങനത്തെ കുറെ. അല്ല അപ്പൊ ഇതൊക്കെ പോയി പഠിച്ചു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങക്ക്
ബെറ്റർ പഠിക്കാതിരിക്കുന്ന. അപ്പൊ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. നോ എക്സ്പെക്ടേഷൻ പടം കാണാം. കാണാൻ. പക്ഷെ എന്നിട്ട് ഇത് പോയി വായിച്ചു നോക്കാം. ഈ മാർവൽ DC ഫോളോയിങ് ആണ്. അപ്പൊ ഇതൊക്കെ പഠിച്ച് ഇതൊരു ഫണ്ണായിട്ട് ഇതൊരു ആക്ടിവിറ്റി കൂടെ ആയിട്ട് എടുത്ത് ഇതൊരു കാരണം എന്ന് വെച്ചാൽ അപ്പൊ നമ്മളൊരു ഇന്ററാക്റ്റീവ് ആയി ഇത്. അപ്പൊ അതായത് വെറുതെ ഇവര് ഈ റൈറ്റേഴ്സിന് ഈ ഉദ്ദേശമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നണം, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് ബിക്കംസ് മോർ ഇന്ററാക്റ്റീവ് ഫോർ ദ വ്യൂവർ. സോ ദേ കൻ സ്റ്റഡി ദ ലോർ, ദേ കൻ കമ്പയർ ഇറ്റ് വിത്ത് വാട്ട് റിയലി എക്സിസ്റ്റ് ഇൻ മിത്തോളജി. ഹൗ ദേ, ഇപ്പൊ നമുക്ക് ഈ യക്ഷീനെയും കുറിച്ചും നീലിയുടെ കഥ നമുക്ക് നേരത്തെ അറിയണോണ്ടാണ് നമുക്ക് അത് വർക്കായത് ആ സ്റ്റോറി. നമുക്ക് നീലിനെയും യക്ഷീനെ അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു വെള്ള ഡ്രസ് ഇട്ട് വരുന്നു, ഇതിലിപ്പോ എന്താ അത്ര വലിയ കാര്യം, അല്ല ഈ കള്ളിയങ്കാട്ട് നീല എന്ന് പറഞ്ഞാൽ ഇതിനിപ്പോ എന്താ, ഒരു കള്ളിയങ്കാട്ട് നീല, ഇതൊക്കെ ഇതിനെ പറയണേ. ബാക്കിയുള്ളവർക്കൊന്നും ആ ഒരു ക്യാരക്ടറിനെ മീൻസ് കേരളത്തിന്റെ പുറത്തുള്ള ഓഡിയൻസിന് ആ ഒരു നീലി റെഫറൻസ് അങ്ങനെ മൊത്തത്തിൽ കത്തിയിട്ടില്ല. കാരണം ഇവർക്ക് അറിയാത്തൊരു, ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താ ഞാൻ പറഞ്ഞാൽ അങ്ങനെ കത്തിയില്ലെങ്കിൽ അത് കണക്ട് ആവാം. കാരണം ഈ പറഞ്ഞ ഗ്രീക്ക് മിത്തോളജി കേട്ട് വളർന്നവരല്ല നമ്മള്, നോർസ് മിത്തോളജി നമുക്ക് ഇപ്പൊ ജീവനല്ലേ. അതാ പറഞ്ഞ തോർന്നൊക്കെ പറഞ്ഞ നമുക്ക് ജീവനല്ലേ. പക്ഷെ ഈ മിത്തോളജി നമ്മൾ അവിടെ കേട്ടിട്ടുണ്ടല്ലോ. മീൻസ് തോർന്നൊക്കെ മീൻസ് ഇതിലേക്ക് വരുന്നതിന്റെ മുന്നേ നമ്മൾ എവിടെയൊക്കെ എന്തായാലും കേട്ടിട്ടുണ്ട്. I don't think so. Thor inspired you to go fight Thor. I don't think you. Greek mythology പിന്നെയും കേട്ടിട്ടുണ്ടാവും നമ്മള്. നോർസ് മിത്തോളജി കേൾക്കാൻ പാടാ. അതുപോലെ തന്നെ ഇപ്പൊ സുമേരിയൻ മിത്തോളജി ഇപ്പൊ നമ്മള് പറഞ്ഞ ഇവരൊന്നും നമ്മൾ കേട്ടിട്ടേ ഇല്ല. സാധാ ഒരു ആവറേജ് കുറെ പണ്ടുള്ളതല്ലേ ഈ നോസ് ഒക്കെ, അത്ര പണ്ടുള്ളതാണ്. അപ്പൊ ഈജിപ്ഷ്യൻസിന്റെ മിത്തോളജി ഒക്കെ നമുക്ക് അറിയാലോ, മമ്മി സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. ഇപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ മഹാഭാരതം, രാമായണം, ഇത് ഹിന്ദു മിത്തോളജി റെഫറൻസിന് പടങ്ങളിലോട്ട് എടുത്ത് സൂപ്പർ ഹീറോ ആക്കാം. അത് ഹോളിവുഡ് ആൾക്കാർക്ക് ചിലപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് കണ്ടായിരിക്കും. ചിലപ്പോ അവർക്ക് എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. കാരണം കുറെ എക്സ്പ്ലോർ ചെയ്യാൻ ഹിന്ദു മിത്തോളജിയിൽ സൂപ്പർ ഹീറോ ഒരു ക്യാരക്ടേഴ്സ് വേറെ എവിടെ ഇല്ല. എന്റെ അഭിപ്രായത്തിൽ കുറച്ച് ഞാൻ ഒന്നും നടന്നില്ലെങ്കിൽ ഞാൻ എഴുതും ഹിന്ദു മിത്തോളജിയിലെ ക്യാരക്ടേഴ്സിനെ വെച്ച് സൂപ്പർ ഹീറോ. ആദിപുരുഷൊന്നും ഇറക്കിയ മാതിരി ഇറക്കരുത്. ആദിപുരുഷൊന്നും ഇറക്കിയ മാതിരി ഇറക്കിയിട്ട് അല്ല നമ്മള് എനിക്ക് തോന്നുന്നു വാട്ട് വിൽ ഹാപ്പൻ ബേസിക്കലി എനിക്ക് തോന്നുന്നു കേരളം ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ആയി മാറും ഫ്യൂച്ചർ ഇനി എല്ലാ സിനിമ വർക്ക് ചെയ്യാൻ വേണ്ടി. ഇവിടെ ഓടിച്ചു ഇവിടെ അങ്ങ് ഉണ്ടാക്കും, ലോ ബഡ്ജറ്റിൽ അങ്ങ് കോൺസെപ്റ്റ് ടെസ്റ്റ് ചെയ്യും, പിന്നെ അവിടെ പോയിട്ട് ബിഗ് ബഡ്ജറ്റിൽ ഉണ്ടാക്കാം. എനിക്കൊക്കെ അങ്ങനെയാണ് ആഗ്രഹം. ഇവിടെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിട്ട്. അങ്ങനത്തെ ഇന്റർവ്യൂ പറഞ്ഞ കേട്ടോ, ബേസിൽ ജോസഫ് ഇന്നാള് പുള്ളിയോട് പറഞ്ഞു പോലും, എന്താണ് സത്യം അറിയത്തില്ല, പുള്ളിയോട് പറഞ്ഞു പോലും, ഞാനത് പോസ്റ്റ് കണ്ട ഇന്റർവ്യൂ കേട്ടില്ല. അങ്ങനെ ഉണ്ട്. അപ്പൊ ശക്തിമാൻ ഇൻസ്റ്റയിൽ മാത്രം കിട്ടിയ ഒരു ഇൻഫർമേഷൻ. അപ്പൊ ശക്തിമാൻ ഇപ്പം കാര്യം തപ്പിപ്പോ സമയമായിരുന്നു, പക്ഷെ മേക്ക് സെൻസ് ആണ്. ശക്തിമാൻ ചെയ്യാൻ വേണ്ടി ബേസിൽ ജോസഫ് 2 വർഷം മറ്റേ അവിടെ നോക്കിയിരുന്നു. എന്നിട്ട് ലാസ്റ്റ് പുള്ളിയോട് പറഞ്ഞു എന്റെ 2 വർഷം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അത് ഡ്രോപ്പ് ചെയ്തോ അതോ എന്ത് രീതിയിൽ അങ്ങനെ പറഞ്ഞ എനിക്ക് അറിയത്തില്ല. പുള്ളിയുടെ ഉള്ളിലുള്ള ഒരു പുള്ളി പണ്ട് തൊട്ട് ഇതിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ വേസ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഇതായിരിക്കും. കുറെ രാവണനൊക്കെ സൂപ്പർ ഹീറോ ആക്കിയിട്ടൊക്കെ കൊണ്ടുവരാൻ വേണമെങ്കിൽ സൂപ്പർ ആയിരുന്നു. 1/2 വർഷം കൊണ്ട് തീർന്ന സാധനം അവിടെ 2 വർഷം എന്നുള്ള രീതിയിലായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. 2.5 വർഷമായിട്ട് ഒന്നും ആയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ കേട്ടായിരുന്നു. ബേസിൽ പറഞ്ഞു 2 വർഷം പോയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ മലയാളത്തിൽ നല്ലൊരു ടെസ്റ്റ് ഗ്രൗണ്ടാണ്. കാരണം ഒരുപാട് റൈറ്റേഴ്സും, കാരണം ഓഡിയൻസും ഇതിന് ഗിയർഡാണ്, റെഡിയാണ് അക്സെപ്റ്റ് ചെയ്യാൻ. എന്തും ഇന്ന് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഷോകാണെന്ന് പറയും ചെയ്യും. ലിജോന്റെ വിത്ത് കൊറേയൊക്കെ ചെയ്യേണ്ടതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലിജോസിന്റെ എന്താ ഇൻഫ്ലുവൻസ് കൊണ്ടെന്നാണ് ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നത്. പുള്ളി ഇങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഓഡിയൻസിനും ഫിലിം അല്ല എല്ലാവർക്കും ഫിലിം മേക്കേഴ്സ് വേറെ ടൈപ്പ് സാധനങ്ങളൊക്കെ ചെയ്യാനും ഉണ്ട്, ട്രൈ ചെയ്യാനും എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കൊടുക്കുന്ന നല്ല പടം ഇറക്കുന്നു, അതിന് നല്ല റെസ്പോൺസ് കിട്ടുന്നു. അതന്നെ ഭയങ്കര ഇനി എന്തായാലും ഒരു 5 പോരാന്നാണ്, എനിക്ക് ഒരു 10 സൂപ്പർ ഹീറോ പടങ്ങളിൽ ഇറങ്ങും. ഫണ്ണായല്ലോ ഇപ്പൊ മലയാളത്തിൽ ആര് പുതിയ സാധനം ഇറക്കണമെന്നുള്ളൊരു മൂഡായല്ലോ. അതെ അതെ അതെ, ഒരു ഹസിൽ കൾച്ചർ ഉണ്ട് ഇതിനകത്ത്. എനിവേ നമ്മൾ ഇന്ന് എനിക്ക് തോന്നുന്ന ഒരു
വാല്യുബിൾ ആയിട്ടുള്ള ഒരു എനിക്ക് എനിക്ക് ഇത് ഡിസ്കസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ ഇങ്ങനത്തെ ഓരോ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ കേരളത്തിൽ വന്നാൽ നമുക്ക് ഇതിനെ കുറിച്ച് നമ്മുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഒരാളെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അവിടെ എന്ത് സൂപ്പർ ഹീറോ പടം ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി വരുന്നുണ്ട് എന്നൊക്കെ. ഒരു കാര്യം പറയാം, മലബാർ ഏരിയയിലോട്ടുള്ള കുറെ ഫോക്ലോർ ഒക്കെ ആയി, മറ്റേ തെയ്യം അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ കാന്താര എന്ന് പറഞ്ഞ സിനിമയിലേക്ക് അതൊക്കെ ഉണ്ട്. കാരണം അതൊക്കെ ഈ ഏരിയ വരുന്നതാണല്ലോ. അപ്പം വെളിച്ചപ്പാടൊക്കെ എന്ത് സീനാ, അതൊക്കെ കാണിച്ചു അതുപോലെ നമ്മുടെ പഴയ ഹ്യൂമൻ ഗോഡ് ആവുക. വെളിച്ചപ്പാടിന്റെ എന്താ ഹൈ കോൺസെപ്റ്റ്. കളരിയൊക്കെ ഒറിജിൻ ചെയ്ത് നമ്മുടെ അടുത്താണല്ലോ. അപ്പൊ മാർഷൽ ആർട്ട് ഒക്കെ തുടങ്ങിയത് തന്നെ. കളരിയുടെ ഒക്കെ ഹിസ്റ്ററി കൊണ്ടുവരാം. പിന്നെ അത് മാത്രല്ല, നമ്മൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു കുറെ കൾച്ചേഴ്സ് വന്നു പോയൊരു സ്ഥലം. നമ്മുടെ പണ്ട് മുസ്ലിംസ് ഉണ്ടായിരുന്നു, പിന്നെ ഡച്ചുകാർ വന്നിട്ടുണ്ട്, പോർച്ചുഗീസ് വന്നിട്ടുണ്ട്, പിന്നെ ബ്രിട്ടീഷ് വന്നിട്ടുണ്ട്. അത് ഡച്ച് എന്ന് പറഞ്ഞ ഈ നെതർലാൻഡ്സ് ഒക്കെ പറഞ്ഞ ആ ടീമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഞാൻ ഇന്നാള് വേറൊരു സാധനം കണ്ടു. ഇപ്പൊ നമ്മുടെ ഈ ഫസ്റ്റ് മെൻ ഓഫ് ഹോമോസാപ്പിയൻസിന്റെ ഒരു വരവുണ്ടല്ലോ നമ്മുടെ ഈ ഇപ്പത്തെ ഇന്ത്യൻ കോണ്ടിനെന്റില്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും കുറച്ച് ജീൻസ് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പം അത് ഉണ്ട്. പക്ഷെ ഈ ചൈന പോലത്തെ സ്ഥലങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരു ട്രേസ് പോലും ഇല്ല. ആ ട്രേസേ ഇല്ല. യൂറോപ്പിലൊക്കെ ഉണ്ട് ഫസ്റ്റ് മെനിന്റെ. അതായത് എല്ലായിടത്തും ഉണ്ടല്ലോ. എല്ലായിടത്തും കുറെയൊക്കെ വളരെയായിട്ട് കുറഞ്ഞു. അപ്പം പക്ഷെ അങ്ങനെ എത്ര ഐഡന്റിറ്റീസ് ആഫ്രിക്കയിൽ നിന്നല്ല എല്ലാവരും വന്നതെന്ന് പറയാം. ഇവിടെ അങ്ങനെ എല്ലാം അങ്ങനെ പോയിട്ടില്ല. അതായത് എല്ലാത്തിന്റെയും മിക്സറും ഉണ്ട്. നമുക്ക് അന്നോട്ടുള്ള കൾച്ചറിന്റെയും എല്ലാത്തിന്റെയും ഒരു മിക്സർ ഉണ്ട്. അപ്പം അത് പിന്നെ ചൈനക്കാരുടെ കൾച്ചറുണ്ട്. ചീനവല, ചീനച്ചട്ടി എന്തൊക്കെ വേണം. ചീനച്ചട്ടി സയന്റിഫിക് ആയിട്ട് നമുക്ക് ബാക്കപ്പ് ചെയ്യാം. എല്ലാം ഈസി ആയിട്ട് ഇവർക്ക് കൊണ്ടുവരാം. പിന്നെ നമ്മുടെ ലാംഗ്വേജിലത്തെ കുറെ കാര്യങ്ങളൊക്കെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലും ഉണ്ട് കേട്ടോ. ഈ കഞ്ഞി, പിന്നെ അപ്പ കൊറിയനില് അതൊക്കെ നമ്മുടെ ഇൻഫ്ലുവൻസ് ആണെന്ന് അറിയില്ല. പക്ഷെ ഭയങ്കര കണക്റ്റിംഗ് ആയിട്ട്. പിന്നെ ഫോർ എക്സാമ്പിള് നമ്മുടെ ലാംഗ്വേജ് മേശ കസേര ഒന്നും നമ്മുടെ അല്ല. മേശ കസേര എന്ന് പറഞ്ഞാൽ നമുക്ക് പോർച്ചുഗീസിൽ നിന്ന് വന്നതാണ്. അലമാര ഒക്കെ, അലമാരയൊക്കെ പോർച്ചുഗീസ്. അതെല്ലാം കൂടെ ഉണ്ടാക്കിയ ഒരു സാധനമാണല്ലോ. പിന്നല്ല, അലമാര, മേശ, കസേര ഈ റൂമിലുള്ള എല്ലാ സാധനവും ഇതൊക്കെ പോർച്ചുഗീസ് ആണ് പറയുന്നത്. അപ്പൊ എനിവേ ഒരു വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. നമ്മുടെ ഓഡിയൻസിന് ഇതുപോലെ ഫീൽ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോ വിത്ത് ബെറ്റർ കണ്ടന്റ് ഇങ്ങനത്തെ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ ഓഡിയൻസ് ഒന്ന് പോയി ഇനി എല്ലാരും ഒന്ന് സെർച്ച് ചെയ്യാം. അതെ പുതിയ നമ്മള് അതെ ഇനി അങ്ങോട്ട് 5 പടങ്ങൾ, മൊത്തത്തിൽ 5 പടം ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ ചാത്തൻ അതായത് 390 ചാത്തന്മാര്, 390 കഥകളും സൂപ്പർ ആയിരിക്കും. അതിനകത്ത് ആ ലുട്ടാപ്പിയുടെ കീച്ചെയിൻ നൈസ്, റിയലി നൈസ്, അടിപൊളിയായിരുന്നു. Okay then, see you guys on the next episode. Until then, bye bye.